വഴിയിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച നിസ്വാർത്ഥനായ ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ ആദരവ് കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീനാരായണ സേവാ സംഘത്തിൽ നിന്നും വലിയ ഒരു പുരസ്കാരത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുകയുണ്ടായി. കണയന്നൂർ യൂണിയനിലെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്ന് വന്ന ശ്രീനാരായണ ധർമ്മവിശ്വാസികളായിട്ടുള്ള ആളുകൾ നിരനിരയായി നിന്ന് ആദരസൂചകമായി സമ്മാനങ്ങൾ ആദരവ് പ്രകടിപ്പിക്കാനുള്ള പൊന്നാടകളും ഒക്കെ അണിയിച്ച് അങ്ങനെ ഒരു ബഹുമാന്യനായ നിലയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഓൾറെഡി ഉയർത്തപ്പെട്ടവനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ളൊരു നിർവൃതിയിൽ ഇരിക്കുന്ന സമയത്താണ് പോണേക്കര SNDP ശാഖയുടെ 22ാമത് വാർഷിക കുടുംബ സംഗമത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെടുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ശ്രീ PP രാജൻ അവറുകളെ ഈ സംഗമവേദിയിലേക്ക് കുമാരൻ ശ്രീ നാരായണ ഗുരുദേവനും അദ്ദേഹത്തെ സന്ദർശിച്ച മഹാത്മാരും എന്നുള്ള വിഷയത്തെ അധികരിച്ച് സംസാരിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം, ഇന്നിവിടെ പ്രഭാഷണം നടത്താൻ പോകുന്ന നടത്തിക്കഴിഞ്ഞ ശ്രീമതി സ്മിത ടീച്ചർ നമുക്കെല്ലാവർക്കും സുപരിചിതയാണ്. എന്നാൽ ഇത്രയും നല്ല ഒരു പ്രഭാഷണം കാഴ്ചവെച്ച സ്മിത ടീച്ചർക്കും വിളക്കൂജ അദ്ദേഹത്തിൻ്റെ ആചാര്യ ഗുരുവിന് പ്രധാനമാഷ്ടം SNPC യോഗത്തിൻ്റെ SNDP നന്ദി അറിയിക്കുകയാണ്. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ പ്രഭാഷണത്തിലുള്ള ശ്രീ PV രാജേന്ദ്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. 52 വർഷം മുമ്പ് നമ്മുടെ യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ PP രാജേന്ദ്രനെ നമ്മൾ ഒരു മാസത്തിന് മുമ്പ് ഒരു ആദരവ് കൊടുക്കുകയുണ്ടായി എറണാകുളം ശ്രീനാരായണ സേവാ സംഘത്തിൽ. ഉദ്ദേശം നമ്മുടെ ഇവിടെ നിന്ന് തന്നെ 100 ജില്ലാന ആളുകൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. അതുകൂടാതെ ഈ കണയന്നൂർ യൂണിയനിൽ ഉദ്ദേശം 1000-1500 ആളോളം അവിടെ വന്ന് ചേർന്നു. അത്രയധികം സ്നേഹം പിടിച്ചെടുക്കുന്ന, നമ്മുടെ അംഗങ്ങളുടെ സ്നേഹം പിടിച്ചെടുക്കുന്ന ഈ രാജേന്ദ്രനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല. ഇന്നലെ അദ്ദേഹത്തിന് ശിവഗിരിയിൽ ഒരു ആദരവ് കൊടുക്കുകയുണ്ടായി. ഒരു കർണാടക കേന്ദ്രമന്ത്രി BJPയുടെ മന്ത്രി ഗവർണറായിരുന്നു. ഗവർണർക്ക് യുദ്ധം കാരണം എന്തോ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു കർണാടക കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിനെ ആദരിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മളുൾപ്പെടെ നമ്മളിവിടെ ആദരിച്ചു കഴിഞ്ഞു. ശിവഗിരിയും അദ്ദേഹത്തിൻ്റെ സംഘാടശക്തിയും ഗുരുദേവഭക്തിയും കൊണ്ട് ശിവഗിരി പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ശിവഗിരിയുടെ വശം പുറത്ത് നിന്നുകൊണ്ട് വളരെയധികം ത്യാഗം സഹിച്ച ഒരു യൂണിയനാണ് നമ്മുടെ കണയന്നൂർ യൂണിയൻ. നമ്മുടെ പ്രേമേന്ദ്രൻ വക്കീലാണെങ്കിലും രാജേന്ദ്രനാണ് ശിവഗിരി ആ പോലീസ് ഏറ്റെടുത്ത ഗവൺമെൻറ് നടപടിക്കെതിരെ സെക്രട്ടേറിയറ്റ് സമരവും എല്ലാം ചെയ്ത് അവസാനം അത് വിജയം കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ധീരനായ സംഘാടകരാണ് ശ്രീ രാജേന്ദ്രൻ. അദ്ദേഹം ഗുരുവിൻ്റെ വളരെ ഭക്തിയുള്ള ഒരു വ്യക്തിയാണ്. ഇന്നും ജീവിതത്തിൽ വെജിറ്റേറിയൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെന്നുള്ളത് നമ്മളാരും അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ അദ്ദേഹം ഇന്നും ആ ഗുരുദേവ ദർശനങ്ങൾ, ഗുരുദേവനെ മാത്രം ദൈവമായി കണ്ടുകൊണ്ട് വീട്ടിലാണെങ്കിലും കാലത്താണെങ്കിലും രാത്രിയാണെങ്കിലും ഗുരുദേവ കീർത്തനങ്ങൾ ചൊല്ലി മാത്രം ജീവിക്കുന്ന ഒരു മഹാൻ വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇവിടെ പ്രഭാഷണത്തിലെത്തിയിട്ടുള്ളത്. കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനെ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അഭിനന്ദനായ കോണേക്കര ശാഖായോഗം പ്രസിഡന്റും ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ ട്രഷററുമായ ശ്രീ N. സുഗതൻ അവർകൾ, പ്രിയങ്കരനായ പൂണാക്കര ശാഖായോഗം സെക്രട്ടറി ശ്രീ KS. കാർത്തികേയൻ അവർ, ശാഖായോഗം നേതാക്കളെ, ആദരണീയനായ ശ്രീ MV പ്രതാപൻ അവർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യ ശ്രീമതി സ്മിത പ്രിയകുമാർ അവർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. ഞാൻ ആദ്യമേ ഒരു കാര്യത്തിൽ നന്ദി പറയുകയാണ്. കഴിഞ്ഞ 27-ാം തീയതിയാണ് ഒരു ആദരവ് എന്നുള്ള നിലയിൽ അരനൂറ്റാണ്ടിലെ 52 സംവത്സരക്കാലം 1972 ഞാൻ ശാഖായോഗം സെക്രട്ടറിയായി വരുന്നത്. അതിനുശേഷം
യൂണിയൻ കമ്മിറ്റി മെമ്പറായി, യൂണിയൻ കൗൺസിലറായി, 80-ൽ യൂണിയൻ സെക്രട്ടറിയായി. 2013 ജൂൺ മാസം 17-ാം തീയതി എന്നെ കുടിയൊഴിപ്പിക്കും വരെ ഞാൻ യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. ഇക്കാലം അത്രയും എനിക്കാവും വിധം ഗുരുപൂജ നിർവഹിച്ചിരുന്നു എന്നുള്ളത് തർക്കരഹിതമായി എന്നെ അടുത്തറിയാൻ കഴിയുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടൊരു സംഗതിയാണ്. ആശാൻ പറഞ്ഞു, ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസിൻ നേരാൻ വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. നമ്മൾ നിരന്തരമായ അന്വേഷണത്തിലൂടെയാണ് നമുക്ക് ഗുരുദേവനെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഗുരുദേവൻ ഒരു സന്ദർഭത്തിൽ ആദ്യം പറഞ്ഞ കാര്യത്തെ ഏറെക്കാലം കഴിഞ്ഞപ്പോൾ ഗുരു വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അന്നത്തെ നാരായണ ഗുരു ഇന്നില്ലല്ലോ എന്നാണ്. അപ്പോൾ ഗുരുവിനെ കാലവുമായി ബന്ധിച്ച് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. പ്രാരംഭകാലത്ത് ഒരു LKG സ്റ്റുഡൻറ്റിനെ കൈപിടിച്ച് നടത്തി വിദ്യാഭ്യാസത്തിൻ്റെ ഗിരിശൃംഗങ്ങളിലേക്ക് കൈപിടിച്ച് ആനയിക്കുന്നത് പോലെയാണ് ഗുരു യത്നിച്ചത്. അവസാനം അദ്ദേഹം എത്തിച്ചേർന്നതെല്ലാം എവിടെയാണെന്ന് നമുക്കറിയാൻ കഴിയണം. അപ്പോൾ ആ യത്നത്തിൽ ഇപ്പോഴും എനിക്ക് ശ്രീനാരായണ ഗുരു ഇപ്പോഴും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, കഴിഞ്ഞ മാസം ഞാൻ വിചാരിച്ച പല കാര്യങ്ങളും അബദ്ധമാണല്ലോ എന്ന്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ കഴിഞ്ഞ മാസത്തിൽ ശ്രീനാരായണ ഗുരു ഇങ്ങനെയാണ് ചിന്തിച്ചത്, ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് ഞാൻ ധരിച്ച കാര്യങ്ങൾ പിന്നീട് സമഗ്രമായി വിലയിരുത്തിയപ്പോൾ എനിക്ക് പെശുപറ്റിയെന്ന് തോന്നുന്നു. ഇതെനിക്ക് മാത്രമല്ല, ഞാൻ ഒരിക്കൽ ഡോക്ടർ ടി ഭാസ്കരൻ സാറിൻ്റെ, ഞാൻ എൻ്റെ ജീവിത കാലയളവിൽ കണ്ടിട്ടുള്ള ശ്രീനാരായണ ഭക്തരിൽ അഗ്രിമനാണ് അദ്ദേഹം. ഗുരുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് വിനയവും ലാളിത്യവും കൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാക്കിക്കൊണ്ട് ഗുരുഭക്തരുടെ ഇടയിലൂടെ നടന്ന് ഗുരുവിനെക്കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു മഹാത്മാവാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ദിവസം ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ തീൻമേശ വളരെ വലുതാണ്. ആ തീൻമേശപ്പുറത്ത് നിറയെ പുസ്തകങ്ങൾ മലർത്തി വച്ചിരിക്കുക. അപ്പം ഞാൻ ചോദിച്ച, സാറെന്തോ അന്വേഷണത്തിലാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. രാജൻ, എനിക്ക് തെറ്റുപറ്റിയോ എന്നൊരു സംശയം. എന്താ സാറേ? ഞാൻ ദൈവദശകം വ്യാഖ്യാനിച്ചപ്പോൾ ആവി വൻ തോണി നിൻ പദം പാദമാണോ അതോ അവിടുത്തെ മൊഴിമുത്തുകൾ, അവിടുത്തെ ഉപദേശങ്ങൾ, വചനങ്ങളാണോ, സന്ദേശങ്ങളാണോ? എനിക്കൊരു സന്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇത് കുമാരനാശാൻ ഗുരുദേവകൃതികളുടെ വ്യാഖ്യാനമായി ചെന്നപ്പോൾ ആശാനോടും പറഞ്ഞു, ഇത് ഒറ്റയർത്ഥമായി തീരർത്ഥം പറയുമെന്ന് പറഞ്ഞപ്പോൾ ആശാൻ പിന്നെ ഈ വ്യാഖ്യാനിക്കാൻ നിന്നില്ല. അപ്പോൾ നാം എന്താണെന്ന് വെച്ചാൽ ഗുരുവിനെ നിരന്തരമായ അന്വേഷണത്തിലൂടെയാണ് നമുക്ക് ഗുരുദേവനെ കണ്ടെത്താൻ കഴിയും. ഇപ്പോഴും നമ്മളെന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വർഷം ശിവഗിരി മഠത്തിൻ്റെ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ തന്നെ പ്രതിഷ്ഠിതമായ ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ഭക്തരുടെ ആധ്യാത്മിക കേന്ദ്രമായ ശ്രീനാരായണ ഗുരുവിൻ്റെ ഭൗതിക ശരീരം വിശ്രമം കൊള്ളുന്ന പരമപവിത്രമായ ശിവഗിരിക്കുന്നിലെ ശിവഗിരി മഹാസമാധി മണ്ഡപത്തിൽ ഞാൻ ഏതാനും സന്യാസിമാരും ഒരുമിച്ച് ആ മണ്ഡപത്തിൻ്റെ വരാന്തയിൽ ഇരിക്കുക. ജാനുവരി മാസം 1-ാം തീയതിയാണ്. ധാരാളം ആളുകൾ ഇങ്ങോട്ട് കയറി വരുന്ന, അവിടെ വന്ന് കണ്ണീരണിയുന്ന ആളുകളുണ്ട്, കരയുന്ന ആളുകളുണ്ട്, എൻ്റെ സ്വാമിയെ എന്ന് വിളിച്ച് അലമുറയിടുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. നേരത്തെ ഞാൻ ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാരവാഹിയൊക്കെ ആയി പ്രവർത്തിച്ച സന്ദർഭത്തിൽ ജാനുവരി 1-ാം തീയതി നമ്മൾ അവിടെ എന്തെങ്കിലും പരിപാടി നടത്തുമ്പോൾ വിശിഷ്ട വ്യക്തികളെ വിളിച്ചാൽ നമുക്ക് വേണ്ടത്ര ആളുകൾ വന്നു ചേരാതെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നുള്ള കുട്ടികളെല്ലാം കൊണ്ടുവന്നിട്ടാണ് അവിടെ സമ്മേളനം സംഘടിപ്പിക്കുക. കാരണം വരുന്ന അതിഥിക്ക് അവിടെ സദസ്സ് കുറഞ്ഞു പോയി എന്നുള്ള പരാതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ കോളേജിലെയും സ്കൂളിലെയും കുട്ടികളെ കൊണ്ടുവന്നിരുത്തി ആണ് അവിടെ നേരത്തെ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് ജാനുവരി 1-ാം തീയതി. ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല. കൂലംകുത്തി ഒഴുകുന്ന നദീപ്രവാഹം പോലെ ഇങ്ങനെ ശിവഗിരിക്കുന്നിലേക്ക് ആളുകൾ ഒഴുകി എത്തുകയാണ്. അപ്പോൾ എൻ്റെ ഇളയ മകൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഇത് അഭൂതപൂർവമായ ഒരു കാഴ്ചയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്തിരുന്ന സന്യാസിയോട് പറഞ്ഞു, നമ്മുടെ സന്യാസി എന്ന് പറയുന്നത് നേരത്തെ സൈകൺ സ്വാമികൾ, ഇപ്പം അദ്വൈതാനന്ദ തീർത്ഥ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആളുകൾ ധാരാളമായി വരുന്നുണ്ട്, എന്ത് ഇവർക്ക് ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകാത്തത്? ആളുകൾ നന്നാകുന്നില്ലല്ലോ.
ആളുകൾ ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ച് ഒരു ജീവിതചര്യ പാകപ്പെടുത്തി എടുക്കുന്നില്ലല്ലോ. ആളുകൾ വരുന്നു, കഥയറിയാതെ പൊരുളറിയാതെ ഗുരുദേവന്റെ സവിധത്തിൽ വന്ന് കാര്യസാധ്യത്തിന് വേണ്ടി, കാര്യസിദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോകുന്നതല്ലാതെ ഗുരുവിന്റെ ഉപദേശങ്ങള്, അവിടുത്തെ അരുളപ്പാടുകൾ, മൊഴിമുത്തുകൾ അത് ജീവിതത്തിൽ സാംശീകരിച്ച് കർമ്മപഥത്തിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നത് കൊണ്ടല്ലേ ഇന്ന് ഈ അപച്യുതി ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ച് ഗുരു എന്തിനാ? നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ്. ഈ നമ്മൾ കഥയറിയാതെ ഈ ഗുരുവിന്റെ ചിത്രവും വെച്ചുകൊണ്ട് 108 മന്ത്രവും ജപിച്ച് പൂക്കള് ഇങ്ങനെ അർച്ചിക്കുന്ന അവസ്ഥയുണ്ട്. ഞാൻ കോതമംഗലം യൂണിയനിലെ കുട്ടമ്പഴ ശാഖയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പോയി. അപ്പോൾ അന്ന് ഞാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ്. പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പോയപ്പോൾ ഒരു പരമഭക്തൻ ഒരു ചരുവത്തിൽ ധാരാളം പൂവെടുത്തുകൊണ്ട് ഗുരുദേവന്റെ ചിത്രത്തിലേക്ക് ഇങ്ങനെ മറ്റേ ഗുരുദേവൻ പുഷ്പാഞ്ജലി നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹം അവിയായ നമഃ, അനശ്വരായ നമഃ എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ് അദ്ദേഹം ചോദിച്ച അടുത്ത് നിന്ന് ആളോട് സാമ്പാർ ഒന്ന് നോക്കിയേക്കാൻ പറഞ്ഞു. അപ്പോൾ ഭംഗിയന്തരാണ് ഞാൻ തമാശ രൂപത്തിൽ ഇതൊക്കെ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, എനിക്ക് 108 മന്ത്രം അറിയാം, പക്ഷെ പുതിയൊരു മന്ത്രം ഇന്നിവിടെ കേട്ടു. എന്താണെന്ന് ചോദിച്ചു. സാമ്പാർ നമഃ എന്നാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അനുഷ്ഠാനമായി, ഒരു ചടങ്ങായി മാറ്റുകയാണ്. പലതും ഹൃദയത്തിൽ തട്ടുകയല്ല. ഒരു വലിയ കൂട്ടം കൂടിയിട്ട് ഇപ്പോൾ ഇവിടെയും പരാതി പറഞ്ഞു, നമ്മൾ ഇത്രയൊക്കെ യത്നിച്ചിട്ട് ആളുകൾ, കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൂടുതൽ ആളുകളുണ്ട്, എന്നാലും മതിയായ വിധത്തിൽ ആൾ വരുന്നില്ലല്ലോ എന്ന്. മതിയായ വിധത്തിൽ ആൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇടം, ഇതെല്ലാം ഗുരുവിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇടമല്ലേ. അത് ജീവിതത്തിൽ സാംശീകരിച്ച് നമുക്ക് സ്വയം സംസ്കരിച്ച് നമ്മുടെ ഹൃദയങ്ങളെ വിപുലീകരിച്ച് ജീവിതത്തിൻ്റെ വിജയപാതയിലൂടെ മുന്നേറാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സച്ചിദാനന്ദ സ്വാമിയൊക്കെ പറയും തീർത്ഥങ്കര പാപികൾ എന്ന് പറയും. തീർത്ഥങ്കര പാപികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗംഗയുടെ ധാരാളം ആളുടെ പാപം കഴിയും. അങ്ങനെയാണല്ലോ ഒരു വിശ്വാസം. കൊടിയ പാപം ചെയ്താലും ഗംഗയിൽ കുളിച്ചു കയറിയാൽ പാപം തീർന്നുവെന്നാണ്. പക്ഷെ ഗംഗയുടെ കരയിൽ താമസിക്കുന്നവർ അങ്ങനെ ചെയ്യാറില്ല. പാപമോചനത്തിന് വേണ്ടി അവിടെ ഇറങ്ങി കുളിക്കാറില്ല. അവരെയാണ് ഈ തീർത്ഥങ്കര പാപികൾ എന്ന് പറയുന്നത്. കാരണം അവർ ചെയ്യാറില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും വലിയൊരു മഹാഗുരു, ഇതിന് സമാനനായ ഒരു ഗുരു ലോകത്തിലുണ്ടോ? പറയുക മാത്രമല്ലേ, ഇത് ഒത്തിരി ആൾ പറഞ്ഞിട്ടുണ്ട്. പറയുക മാത്രമല്ലോ, പറഞ്ഞതത്രയും അണുവിട വ്യതിചലിക്കാതെ കർമ്മപഥത്തിൽ എത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ഗുരു. അതാണല്ലോ ആശാൻ പറഞ്ഞു, ഇതിൽ പരം ദൈവം നിനക്കിലുണ്ടോ എന്ന് ചോദിച്ചത്. ഇതിന് സമാനനായി ഈ ലോകത്ത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ, അത് ഈഴകുലത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് ഈഴവനെന്നുള്ള അഹങ്കാരം കൊണ്ട് നാം പറയുന്നതല്ല, നമുക്ക് പറയാൻ കഴിയും. സൂക്ഷ്മമായ പരിശോധനയിലൂടെ ഗുരുവിനേക്കാൾ മികവുള്ള ഒരു ഗുരു ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അതാണല്ലോ ടാഗോർ ഇവിടുത്തെ എൻ്റെ വിഷയതാണ്. ഗുരുവിനെ സന്ദർശിച്ച മഹാരഥന്മാർ. ഗുരുവിനെ സന്ദർശിക്കാത്ത ആരാളെ? ഗുരുവിനെ കേരളത്തിൽ സന്ദർശിക്കാത്ത ആരുള്ളേ? ഗുരുവിനെ ജീവിച്ച ഒരു കാലയളവിൽ, ഗുരു ജീവിച്ചിരുന്ന നാളിൽ ജയിക്കാൻ വന്നവരുണ്ട്, തോക്കാൻ വന്നവരുണ്ട്, ജയിക്കാൻ വന്നവരുണ്ട്, തോൽപ്പിക്കാൻ വന്നവരുണ്ട്, തർക്കിക്കാൻ വന്നവരുണ്ട്, വാദിക്കാൻ വന്നവരെല്ലാം ഉണ്ട്. പക്ഷെ എല്ലാവരും അവസാനം ആ മഹത്വത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് കടന്നു പോകുന്ന അത് അത്ഭുതകരമായ കാഴ്ചയാണ് നാം കാണുന്നത്. ഇപ്പൊ രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനെ കണ്ടിട്ട് രവീന്ദ്രനാഥ് ടാഗോർ എന്താ പറഞ്ഞ്, ലോകത്തിൻ്റെ പല ഭാഗത്തും ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞു, ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശ്രീനാരായണ ഗുരുദേവന് തുല്യനായ ഒരു മഹാത്മാവിനെ ലോകത്ത് ഒരിടത്തും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കണ്ടവരാരാന്ന് കൂടെ പരിശോധിക്കണം. അദ്ദേഹം കണ്ടവരാരൊക്കെയാ? അദ്ദേഹം സ്വാമി വിവേകാനന്ദനെ കണ്ടിട്ടുണ്ട്, ദയാനന്ദ സരസ്വതിയെ കണ്ടിട്ടുണ്ട്, അദ്ദേഹം രാമകൃഷ്ണ പരമഹംസദേവരെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലും വിദേശങ്ങളിലുമായി അതിപ്രശസ്തരായ പ്രഗത്ഭരായിട്ടുള്ള സന്യാസിമാരെയും ശാസ്ത്രജ്ഞന്മാരെയും ദാർശനികന്മാരെയും എല്ലാം കണ്ട്, അങ്ങനെ കണ്ട ആ ഋഷി മഹാഗുരു പറയുകയാണ്, ശ്രീനാരായണ ഗുരുദേവന് തുല്യനായ ഒരു മഹാത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. വെറുതെയാണ് ഈ നമ്മൾ ഉയർത്തിക്കാണിക്കുന്ന ആളുകളെല്ലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുമായി കൂടിക്കാഴ്ചയ്ക്കും സംവാദത്തിനും അവസരം ലഭിച്ച മഹാഗുരു ആണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം പറയുകയാണ്, ഗുരുദേവനെ കുറിച്ച് അഭിപ്രായം പറയുകയാണ്, അനന്തതയിലേക്ക് തുളുമ്പി നിൽക്കുന്ന ആ യോഗനയനങ്ങളും ആ മുഖതേജസ്സും
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ല എന്ന്. എത്രയോ പേര് ഗുരുവിനെ കുറിച്ച് പറയാത്താരാ. ഇപ്പം ഗുരുവിൻ്റെ ഇപ്പം ഞങ്ങൾ ഈ കുറച്ച് ആളുകൾ സച്ചിദാനന്ദ സ്വാമി അടക്കമുള്ള ആളുകളാണ്. സച്ചിദാനന്ദ സ്വാമിയുടെ പേര് പറയുമ്പോൾ ഞാൻ സച്ചിദാനന്ദ സ്വാമിയും തുല്യമാണെന്ന് തോന്നിപ്പോകാൻ ഇടവരുതല്ലോ. സച്ചിദാനന്ദ സ്വാമിയുടെ പാദത്തിൽ ധരിച്ചിട്ടുള്ള ചെരുപ്പിൻ്റെ ഇതിലുള്ള ഒരു മണൽത്തരിയുടെ വലിപ്പമോ ഇല്ലാത്ത ആളാണ് ഞാൻ. സച്ചിദാനന്ദ സ്വാമി ശ്രീനാരായണ ഗുരു ചിന്തകൾ ദർശനം ഈ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമവും അദ്ദേഹത്തിൻ്റെ അപാരമായ പാണ്ഡിത്യവും ഒക്കെ എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന സംഗതിയാണ്. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഈ ഗുരുവിനെ അറിയുന്ന കാര്യത്തിൽ, ഗുരുവിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ, അതനുസരിച്ചൊരു ജീവിതചര്യ കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ നാം വളരെ പിന്നോക്കം പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ആലുവ അദ്വൈതാശ്രമത്തിൽ ഒരു 2-3 മാസം മുമ്പാണ് അദ്വൈതാശ്രമത്തിൽ ഞാനും ധർമ്മചൈതന്യ സ്വാമിയും കൂടെ സംസാരിച്ച് നിൽക്കുമ്പോൾ അന്ന് ശാന്തിമാരുടെ സമ്മേളനം നടക്കുക അവിടെ. നിങ്ങൾക്കറിയാം, ശാന്തിമാരെ എല്ലാം കൂടെ നമ്മൾ ഒരിക്കൽ സംഘടിപ്പിച്ചു 2011 കണയന്നൂരിൽ. അന്ന് ശ്രീനാരായണ ദർശനോത്സവം എന്ന് പറഞ്ഞ ഒരു വിജ്ഞാനദാനയജ്ഞം നടത്തി. ശ്രീനാരായണ ഗുരുദേവ സംബന്ധിയായി നിരവധി ആളുകൾ, ഈഴവരല്ലാത്ത നിരവധി ആളുകൾ PhD എടുത്തിട്ടുണ്ട്, ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ കണ്ടെത്തി. അവർക്ക് പറയാനുള്ളത് പറയണം എന്ന് പറഞ്ഞ് 8 ദിവസങ്ങളിലായി നമ്മൾ അവിടെ ശ്രീനാരായണ ദർശനോത്സവം നടത്തി. ആ ദർശനോത്സവം അതൊരു മഹാസംഭവമായിരുന്നു. അത് നമ്മളതിൻ്റെ പ്രാരംഭത്തിൽ അത് നടത്തിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ അനുമതിക്കും അത് സമുദ്ഘാടനം ചെയ്യുവാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ 100 രൂപ മുദ്രപത്രത്തിൽ ഞാൻ എഴുതി വെച്ച് തരാം, കടം കയറി മുടിഞ്ഞു പോകും എന്നാണ് പറഞ്ഞു. ഇത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുന്ന കാര്യത്തിൽ, ശ്രീനാരായണ ഗുരുവിനെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ, നമ്മൾ പണം ചെലവാക്കുന്ന കാര്യത്തിൽ പറഞ്ഞത് കടം കയറി മുടിഞ്ഞു പോകുമെന്നാണ്. ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നു എന്നാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന SNDP യോഗത്തിൻ്റെ ഒരു ഡയറക്ടർ ബോർഡ് കൗൺസിൽ അംഗമാണ്. ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ പണം പിരിക്കാൻ പോകില്ല, ഇനി ഞാൻ പണം പിരിക്കാൻ പോകുന്ന പ്രശ്നമില്ല. കാരണം എന്നെ അല്ല വെല്ലുവിളിച്ചത്, ശ്രീനാരായണ ഗുരുദേവനെയാണ്. പണം പിരിക്കാൻ പോകില്ല. 11.5 ലക്ഷം ഉറുപ്പിക പാലാരിവട്ടത്ത് നമ്മുടെ യൂണിയൻ ഓഫീസിൽ കിട്ടി. അതിൽ ചെലവ് കഴിഞ്ഞ് 6.5 ലക്ഷം രൂപ മിച്ചം വന്നു. ആ 6.5 ലക്ഷം രൂപ കൊണ്ടാണ്, അതും കൂടെ അല്പം പൈസയും കൂടെ കൂട്ടിയാണ് ഇപ്പോൾ നമ്മൾ ആ ഓഡിറ്റോറിയം പോലുള്ള സംവിധാനം ഉണ്ടാക്കി. പക്ഷേ അന്ന് ശ്രീനാരായണ ഗുരു ചർച്ച ചെയ്യപ്പെട്ടു വളരെ ആഴത്തിൽ. ഗുരുദേവൻ്റെ കവിത്വത്തെക്കുറിച്ചും ഗുരുദേവൻ്റെ ദാർശനികതയെക്കുറിച്ചും ഗുരുദേവൻ്റെ സാമൂഹ്യ പരിവർത്തനത്തെക്കുറിച്ചും നവോത്ഥാന യത്നത്തെക്കുറിച്ചും എല്ലാം ഓരോരുത്തരായി അവിടെ ചർച്ച ചെയ്തു. അവരതിൽ ഗവേഷണം നടത്തി PhD എടുത്തിട്ടുള്ളവരാണ്. അവർ ചർച്ച ചെയ്തപ്പോൾ ഒരു നവോന്മേഷം നമ്മുടെ സമൂഹത്തിൽ അത് കേട്ടിരുന്നവർക്ക് ഉണ്ടായി. അപ്പോൾ ഇത് അന്ന് നമ്മൾ ഉണ്ടാക്കിയതാണ് ശാന്തിക്കാരുടെ സംഘടന. അപ്പോൾ ശാന്തിക്കാരുടെ സംഘടന ഉണ്ടാക്കിയത് കാര്യം എന്താ? ശ്രീനാരായണ ഗുരു പറഞ്ഞതനുസരിച്ചുള്ള ഒരു പൂജാ സമ്പ്രദായം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ അത് ഫലവത്തായില്ല. അതിനു മുമ്പ് തന്നെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് മുമ്പ് ഞാൻ പുറത്തായി. അപ്പോൾ അത് സാധിച്ചില്ല. പക്ഷെ പാലാരിവട്ടത്ത് നിന്ന് ശാന്തിക്കാർ വന്നിട്ട് പറയുകയാണ്, ചെറുപ്പക്കാരും അമ്പലത്തിൽ വരുന്നില്ല, ചെറുപ്പക്കാരും അമ്പലത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവാധീനം എന്ന് പറഞ്ഞു. അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ആദ്യം ഈ ശാന്തിക്കാരെയൊക്കെ സംഘടിപ്പിക്കാൻ ചെന്നപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പലരും പിടിതരില്ല. കാരണം അവർക്ക് കാര്യം അറിയില്ല എന്നുള്ള കാര്യം അവർക്ക് മാത്രം അറിയാവുന്നത് മറ്റുള്ളവരും കൂടെ അറിഞ്ഞാലുണ്ടാകുന്ന അപമാനം ഓർത്ത് അവർ രക്ഷപ്പെടാൻ നോക്കി ഒളിച്ചിരുന്നു. അപ്പോൾ അവസാനം പറഞ്ഞു, നിങ്ങളിതിന് വന്നത് തന്നെ വലിയ കാര്യമല്ലേ, നിങ്ങൾ ചെറിയ കാര്യമല്ലേ ഇത്. ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി വൈദിക വൃത്തിക്ക് സന്നദ്ധനായി വന്നതൊരു വലിയ കാര്യമാണ്. നിങ്ങൾ പൂർണ്ണത നേടിയില്ല എന്നുള്ളത് നിങ്ങളുടെ കുറ്റമല്ല. ആ പൂർണ്ണത കൈവരിക്കാൻ നമ്മുടെ ശിവഗിരി മഠത്തിലെ ആചാര്യന്മാരടക്കമുള്ള ആളുകളെ കൊണ്ട് നമുക്ക് നിരന്തരമായി ക്ലാസ് എടുപ്പിക്കാം എന്നാണ്. അപ്പോൾ അത് ഫലവത്തായില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ദൈവാധീനമെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ ക്ഷേത്രങ്ങളിൽ വന്നാൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക്, ഇപ്പോൾ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് അവിടെ പൂജിക്കുക മാത്രമല്ലല്ലോ ഗുരു ലക്ഷ്യമിട്ടത്. അവിടെ ഉത്തമ മനുഷ്യനെ സൃഷ്ടിക്കാൻ ആവശ്യമായ ഊർജം പകർന്നു നൽകുന്ന
സാംസ്കാരിക പ്രബുദ്ധത സന്നിവേശിപ്പിച്ചു കൊടുക്കുന്ന കേന്ദ്രങ്ങളാകണം ക്ഷേത്രങ്ങളെന്നാണ്. അല്ലാണ്ട് അവിടെ അന്ധവിശ്വാസം നാളേതാ, ഒരു കഷ്ടകാലത്തിൽ ഒരു ദുഃഖം പറഞ്ഞു കഴിഞ്ഞാൽ നാളേതാ, പിന്നെ പ്രശ്നമായില്ലേ, പിന്നെ പ്രശ്നമാണ്, പിന്നെ പ്രശ്നത്തോട് പ്രശ്നമായി. അതല്ല ഗുരു ഉദ്ദേശിച്ചത്. നമ്മുടെ ഒരു അമ്പലമുണ്ട്, നിങ്ങൾക്ക് അറിയപ്പോഴും, ഞാൻ വിഷയത്തിലേക്ക് വരാം, അത് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയതുകൊണ്ട് ഒത്തിരി പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു ശാഖയുണ്ട്, 1000 നമ്പർ പാറേക്കാട്ട് അമ്പലം, 1000 നമ്പർ പാറേക്കാട്ട് ക്ഷേത്രം, കാക്കനാട് ശാഖ. അവിടെ ചാത്തനെ വെച്ച് പൂജിക്കുന്നുണ്ട്. ചാത്തൻ നല്ല ബ്രാൻഡി അടിച്ചാൽ ചാത്തന് സുഖാവും, പ്രസാദിക്കൂ. അപ്പോൾ അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പം ഞാനൊരു പൊതുയോഗത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു പറ്റില്ല എന്ന്. ശാന്തി ചാടി വീണിട്ട് പറഞ്ഞ് അഷ്ടമംഗല പ്രശ്നം വെക്കണം. ഞാൻ പറഞ്ഞത് ഗുരുവിൻ്റെ മണ്ണാണ്. ഈ മണ്ണിൽ ഗുരുവിൻ്റെ ഹിതത്തിന് അനുസരിച്ച് ഇരിക്കാൻ സന്നദ്ധതയുള്ളവർ ഇരുന്നാൽ മതി. ചാത്തനായാലും അതിനപ്പുറം ആരായാലും ശരി, ഗുരു പറഞ്ഞത് അനുസരിക്കാൻ കഴിഞ്ഞില്ലേ പുറത്തു പോട്ടെ എന്ന് ബഹളായി. അപ്പോൾ ഈ ശാന്തിക്കാരൻ വൈകുന്നേരം ഇങ്ങനെ ഒത്തുകൂടി നല്ല ബ്രാൻഡ്, അത് പുള്ളി തന്നെ പറയും, പുരോഹിതൻ തന്നെ പറയും ഇന്ന ബ്രാൻഡി വേണമെന്ന് പറയും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് കുടിക്കുക. അപ്പോൾ ഈ കൂട്ടുകുടിയന്മാരെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി അവിടെ കിടന്നു. പ്രശ്നമാണെന്ന് പറയും. ഞാൻ അവസാനം ഒരു പോംവഴി കണ്ടെത്തി. അങ്ങനെ ചാത്തന് തൃപ്തിയില്ലെങ്കിൽ ഞാൻ ബൈക്കിനെ എഴുന്നേക്കണം, ഞാൻ അങ്ങ് പോണ വഴി തട്ടിപ്പോക്കോട്ടെ, പ്രശ്നമില്ലല്ലോ. അവസാനം എന്നെ ഞാൻ തട്ടിപ്പോയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അവർക്ക് വലിയ വിഷമമില്ലാത്തതുകൊണ്ട് സമ്മതിച്ച് ഞാൻ കുടി നിർത്തിച്ചു, തീരുമാനമെടുത്തു. പാടില്ല, ഗുരുദേവന്റെ സവിധത്തിൽ, ഗുരുദേവന്റെ മണ്ണിൽ, ഗുരുദേവന്റെ ക്ഷേത്രത്തിൽ പാടില്ല എന്ന് തീരുമാനമെടുത്തു. പാടില്ല എന്ന് തീരുമാനമെടുത്ത് എന്നെ പുറത്താക്കി. പിന്നെ വേറെ ആളിൽ ചെന്നപ്പോൾ മധു നിവേദിക്കാം എന്ന് തീരുമാനമെടുത്തു. മധുവിന് ഇങ്ങനെ ഒരു അർത്ഥവും കൂടെ ഉണ്ടല്ലോ, തണ്ണി എന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട്, വെള്ളം എന്നർത്ഥം. ഇപ്പം നല്ല ബ്രാൻഡി അവിടെ കഴിക്കുന്നത്, നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. ചുറ്റും മതിൽ കെട്ടിയിട്ടിരിക്കുക. അപ്പോൾ സുഖം എന്താണെന്ന് വെച്ചാൽ അകത്ത് കുടിക്കണ ആരും കാണുമല്ലോ, ഒരു പ്രത്യേക മതിൽ കെട്ടി ഇത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ പ്രസ്ഥാനങ്ങൾ അത് അതിൻ്റെ പാവനതയോടെ, അതിൻ്റെ മഹിമയോടെ, അതിൻ്റെ വിശുദ്ധിയോടെ, അതിൻ്റെ നിഷ്ഠയോടെ, അതിൻ്റെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ അവിടുത്തെ തന്ത്രി ആരാ? അവിടുത്തെ ഞാൻ പറയുന്ന നിഷേധത്തിലാണ് കേട്ടോ. തന്ത്രി വേറെ ആരുമല്ല. പണ്ട് പറവൂർ ശ്രീധരൻ തന്ത്രിയായിരുന്നു, ഇപ്പോഴത്തെ തന്ത്രി രാകേഷ് തന്ത്രിയാ. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ് ഷർട്ടിട്ട് കയറണം എല്ലാ അമ്പലത്തിലും ഷർട്ട്. ഏത് പൊട്ടനെ അറിയാൻ പാടില്ലാതെ പൂണൂലുണ്ടാക്കാൻ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷർട്ടിട്ട് കയറാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തതെന്ന് ഏത് പൊട്ടനെ അറിയാൻ പാടില്ലാത്ത. അതിന് ഏതോ ബ്രാഹ്മണൻ നമ്പൂതിരി പടച്ചു വെച്ച ഈ നമുക്കാർക്കും മനസ്സിലാകാത്ത ഈ പദ്യം ചൊല്ലിക്കൊണ്ട് നമ്മളോടിങ്ങനെ വ്യാഖ്യാനിക്കും. ഏത് അപ്പം നമ്മൾ വിചാരിക്കും എന്തോ ഭയങ്കര സംഭവമാണ്, ഷർട്ടിട്ടാൽ പ്രശ്നം, ആണങ്ങളുടെ നെഞ്ചത്തായിരിക്കണേ, പെണ്ണങ്ങളുടെ വേറെ എങ്ങാണ്ടായിരിക്കണേ, അപ്പം ഷർട്ടിട്ടാൽ സംഗതി പ്രശ്നമാണ് എന്ന് പറയും. ഷർട്ടിട്ടാൽ പ്രശ്നം. ഇപ്പം പറയുന്ന സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു കേരളത്തിലൊരു വലിയ മാറ്റമുണ്ടായി. ഷർട്ടിട്ട് കയറാമെന്ന് പറഞ്ഞപ്പോൾ ഷർട്ടിട്ടോ ഇടാതെ കയറുന്നതിലല്ല, അത് ഗുരു പറഞ്ഞ ആ ഉപദേശം അത് കർമ്മപഥത്തിൽ എത്തിക്കുക. അപ്പോൾ നമ്മുടെ രാകേഷ് തന്ത്രി പറഞ്ഞ എന്താ അറിയോ, സച്ചിദാനന്ദ സ്വാമി മാത്രം എടുത്തതാണ്, ബോർഡിന്റെ തീരുമാനമല്ല. രാകേഷും ഒക്കെ ഷർട്ടിട്ട് കയറാൻ പാടില്ല എന്ന് ശാഠ്യം പിടിക്കുന്നവരാണ്. നമ്മൾ അറിയുക, നമ്മുടെ സന്മാർഗ സന്ദർശന സഭ എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്, ഷർട്ടിടാതെ ഷർട്ടിട്ട് കയറാൻ പാടില്ല തുടങ്ങി നോട്ടീസിൽ അടിച്ചിരിക്കുക. ഷർട്ടിട്ട് കയറാൻ പാടില്ല. ശ്രീനാരായണ ഗുരുവിടെ അവിടെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ ഒരു അമ്പലം ആളെയും പറയുന്നില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കല്പത്തിൽ കിട്ടിയോ, ഒരു പൊതുയോഗത്തിൽ ഔചാരിതമായ അദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആൾ വെള്ളം കുടിച്ചിട്ടിരിക്കുക. എല്ലാവർക്കും കുടിക്കാൻ ഗ്ലാസ് കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്ലാസ്സില്ല. അദ്ദേഹത്തിന് ഗ്ലാസ്സിന് വേണ്ടി കുറേ സമയം ചെലവഴിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു 100 ഗ്ലാസ് മേടിച്ചോണ്ടിരാം. ഡ്രൈവർ 100 ഗ്ലാസ് ഇങ്ങോട്ട്. പിന്നെ അവിടെ കൂടിയിരുന്ന ആള് പുള്ളിനെ സമ്മതിക്കില്ല. പുള്ളി അയ്യോ ഒന്ന് കരഞ്ഞിട്ടും പറ്റില്ലെന്ന് പറഞ്ഞു, നിങ്ങൾ തന്നെ പ്രസിഡന്റ് ആവണമെന്ന്. 100 ഗ്ലാസ് കൊടുത്തപ്പോഴേ 100 ഗ്ലാസ് മേടിച്ചു കൊടുത്തപ്പോൾ പുള്ളിനെ പ്രസിഡന്റാക്കി. പുള്ളി ആവില്ല എന്ന് പറഞ്ഞിട്ടും പ്രസിഡന്റ്. അപ്പോൾ എന്താ വെച്ചാൽ പുള്ളിക്ക് ശ്രീനാരായണ ഗുരു ആരാന്നറിയാൻ പാടില്ല. അപ്പം നമ്മൾ ഈ മാനദണ്ഡം കൽപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. വളരെ അപകടം പിടിച്ച ഒരു സാഹചര്യം. നിങ്ങളിപ്പോൾ ഈ മറ്റെല്ലാ സമൂഹത്തെക്കാളും ശ്രീനാരായണ സമൂഹം വളരെ അധപ്പതിച്ച് നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ശ്രീനാരായണ സമൂഹം
ഇപ്പോൾ ശ്രീനാരായണ ശിവഗിരിയിൽ ധാരാളം ആളുകൾ പോകുന്നുണ്ട്. ഇന്നലെയൊക്കെ ഭയങ്കര ജനം, ഇന്നലെയൊക്കെ പതിവില്ലാത്ത ജനം. ഇന്നലെയൊക്കെ ആയിട്ട് ഇത്രയും ഭക്ഷണം കരുതിയില്ല, ഇത്രയും വരുമെന്ന് പറഞ്ഞില്ല. അപ്പം എനിക്ക് അഭിമാനമൊന്നും തോന്നിയില്ല. എന്നിട്ട് ഞാൻ ആലോചിച്ചു, ദൈവമേ നിങ്ങൾ എന്തറിഞ്ഞു വന്നിരിക്കുന്നതാണ്. പക്ഷെ അവർ ഗുരുവിനെ സ്വാംശീകരിച്ച് ഗുരു പറഞ്ഞത് ജീവിതത്തിൽ നിന്ന് ആചരിക്കുകയോ കർമ്മപഥത്തിൽ എത്തിക്കുകയോ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ തലമുറകൾ ഇങ്ങനെയാകുമോ? മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെടുമോ? ഇപ്പോൾ ഒരാൾ പറയുകയാണ്, പേര് ഞാൻ പറയില്ല കേട്ടോ, ഒരാൾ പറയാം മോട്ടിക്കുന്നതിൽ നല്ലതല്ലേ കള്ള് കച്ചവടം നടത്തുന്നത്. നമ്മുടെ വലിയ ആളുകളിൽ ഒരാളാ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. മോട്ടിക്കുന്നതിലും നല്ലതല്ലേ കള്ള് കച്ചവടം നടത്തുന്നതെന്ന്. മോട്ടിക്കുന്നതാണോ? ശ്രീനാരായണ പ്രസ്ഥാനം എന്താ? വിഷമാണ്. ഇങ്ങനെ പറഞ്ഞ മദ്യം വിഷമാണ്, ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ചെത്തുകാരനോട് വല്ല വിരോധവും ഇഷ്ടക്കേടും ഉണ്ടായിട്ടാണ് സ്വാമി പറഞ്ഞത്. അത് പറഞ്ഞത് മനസ്സിൽ കയറാൻ വേണ്ടിയാ പറഞ്ഞത്. ചെത്തുകാരനെ നാറും അവൻ്റെ വസതി നാറും വളപ്പ് നാറും എന്നൊക്കെ പറഞ്ഞത് എന്തിനാ? ഈ മദ്യത്തിൻ്റെ വ്യാപനത്തിൽ നിന്നും മദ്യത്തിൻ്റെ ഉന്മത്തതയിൽ നിന്നും മദ്യത്തിൻ്റെ വിപത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഞാൻ ഇത്രയും കാലം ഈ ആളുകൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഈ പുള്ളി എന്തിനാ ഇത്രയും കാലം നടന്നേ, ഒരു ഗുണമില്ലാതെ ഒരു ലാഭമില്ലാതെ നടക്കുമോ എന്ന് ചോദിക്കുക. സാധാരണ 10-50 കൊല്ലത്തിലേറെ ഒരു പ്രസ്ഥാനത്തിൽ നിരന്തരമായി നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാഭമില്ലാതെ നടക്കുമോ? ഒരു ലാഭമില്ലാതെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭമുള്ളതാണ്. ഞാൻ കണ്ടിട്ടുള്ളതാണ്, എൻ്റെ ദൃഷ്ടിയിൽ ഗോചരീഭവിച്ചിട്ടുള്ളതാണ്. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പിൽ വന്നിട്ട് ശ്രീനാരായണ ഗുരുവിനെ, ഇപ്പോൾ നമ്മളെല്ലാവരും പൂർണ്ണരല്ല, നമുക്ക് വിശകൾ വരും. പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ അനുധാവനം ചെയ്യാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതിനുവേണ്ടി യത്നിച്ചിട്ടുള്ള എല്ലാവരും അവരുടെ കുടുംബങ്ങളും രക്ഷ പ്രാപിച്ചു പോയിട്ടുള്ളത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് എൻ്റെ മനസ്സുകൊണ്ട് സംതൃപ്തി അടഞ്ഞിട്ടുള്ള സംഗതിയാണ്. നമ്മുടെ പ്രസ്ഥാനത്തെ, ഈ പ്രസ്ഥാനത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന ചില ഇരുട്ടിൻ്റെ ശക്തികളുണ്ട്. അത്തരം ആളുകൾ എരിനരകാബ്ദിയിൽ വീണ് എരിഞ്ഞു പോകുന്നതും ഞാൻ ഈ 50 കൊല്ലത്തിനുള്ളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ 2 കാര്യത്തിനും ശ്രീനാരായണ പ്രസ്ഥാനം ഉപകരിക്കും. ഒന്ന്, നമ്മുടെ സന്തതി പരമ്പരകൾ സുഗമമായി മുന്നോട്ടു പോകാൻ, സംശുദ്ധമായ ജീവിതം നയിക്കാൻ, വിജയപാതയിലൂടെ മുന്നേറാൻ ശ്രീനാരായണ സന്ദേശത്തെ നമുക്ക് ഉപകരിക്കാം. നേരെ മറിച്ച് ശ്രീനാരായണ ചിന്തയ്ക്കും പ്രസ്ഥാനത്തിനും എതിരായി പ്രവർത്തിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ശാപം ഏറ്റുവാങ്ങാനും ഇത് ഉപകരിക്കും. അപ്പം നമ്മൾ അതിന് തയ്യാറാകരുത്, ശാപം ഏറ്റുവാങ്ങാൻ. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത്, എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഈ എൻ്റെ വീട്ടിൽ സ്വച്ഛന്തമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നുള്ളൊരു വ്യക്തമായ സംഗതിയാണ്. സ്വച്ഛമായ 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. മക്കളെ ഇങ്ങ് വിളിച്ചവരും അങ്ങ് പോകാൻ പറഞ്ഞ പോവും. അവർക്ക് ഏറ്റവും വലുത്, അവർക്കൊരു സംശയം വരുമ്പോൾ അവർ ഉപയോഗിക്കുന്നത് ശ്രീനാരായണ ഗുരു ഇക്കാര്യത്തിൽ എന്തഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ്. നമ്മളങ്ങനെയാണോ? ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തിൻ്റെ കല്യാണം അടുത്ത ദിവസം, മകൻ്റെ കല്യാണം വരിക. അപ്പോൾ ഏറെ കാലത്തിനകത്ത് കഷ്ടപ്പെട്ട് ആണ് അവസാനം കല്യാണത്തിന് ഒരു അവസരം വന്നു കിട്ടും. നല്ല പെൺകുട്ടിയും 2 പേരും തമ്മിൽ. പക്ഷേ അപ്പോഴാണ് ജോത്സ്യനെ കാണുന്നത്. ജോത്സ്യനെ മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ, നമ്മൾ ജീവിക്കാൻ പുള്ളി സമ്മതിക്കുമോ? അവസാനം ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രശ്നത്തോട് പ്രശ്നമാണ്. ഗുരു പറഞ്ഞത് എന്താണ്? അത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വധൂവരന്മാരെ കുറിച്ച് പറഞ്ഞത് എന്താ? അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, കുടുംബ പശ്ചാത്തലം, വേണമെങ്കിൽ ആരോഗ്യ സുരക്ഷ കൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്താനാണ് പറഞ്ഞത്. ജ്യോത്സ്യത്തെക്കുറിച്ച് ഗുരു പറഞ്ഞില്ല. എല്ലാം ഉണ്ടെങ്കിലും ശരിയാണ്, പൊരുത്തം എല്ലാം നോക്കും. വീട്ടിൽ പട്ടിയുടെ വരെ പൊരുത്തം നോക്കും കൃത്യമായിട്ട്. അവിടെ പട്ടി, ഇവിടുത്തെ പട്ടി, അവിടെ ആ പട്ടിയാണ്, ആ പട്ടി തന്നെയാണ് ഇവിടെയൊക്കെ പൊരുത്തം. പക്ഷെ എന്നാലും ഇവിടെയാണ്, ഈ പാറമേലാണ് നമ്മൾ തട്ടി തകർന്നു പോകുന്നത്. അതുപോലെ നമ്മുടെ കുട്ടികളുടെ കാര്യം ഒന്ന് എടുത്തു നോക്കിയോ. ഈഴവ സമുദായത്തിൽ പെൺകുട്ടികളുടെ 90% അധോഗതിയാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, പഠിച്ച് സ്വയം പര്യാപ്തം നേടി ഒരു ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഏതോ ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നടന്നില്ല പിന്നെ ഒരിക്കലും നടക്കില്ല. എന്തോരം പേരങ്ങനെ. എന്നെ അടുത്ത 2 മാസം മുമ്പ്, നിങ്ങളറിയാവുന്ന ഒരു നേതാവിൻ്റെ കുട്ടിയാണ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അങ്കിളെ ഞാൻ അമേരിക്കയ്ക്ക് പോവുക, അങ്കിളാണ് എന്നെ രക്ഷിച്ചതെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനവിടെ വീട്ടിൽ ചെന്നിരുന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ്, ഈ പിബി
മോളുടെ കല്യാണം ഇപ്പം നടന്നില്ല, പിന്നെ നടക്കില്ല. അതെന്താന്ന് ചോദിച്ചു. ജ്യോത്സ്യൻ പറഞ്ഞേക്കണെങ്കിൽ ഞാൻ പറഞ്ഞു ആ കൊച്ചു നന്നായിട്ട് പഠിക്കണം, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ, അവൾ പഠിച്ച് നല്ലൊരു ജോലി മേടിക്കട്ടെന്ന്. പുള്ളി സമ്മതിക്കില്ലോ. പുള്ളി എല്ലാവരുടെ ആളാണ്. ഏത്? അമ്മയുടെ ആളാണ്, അമൃതാനന്ദമയുടെ അച്ഛൻ്റെ ആളാണ്, മറ്റേ പുട്ടപ്പുറത്തിലെ കരുണാകര ഗുരുവിൻ്റെ ആളാണ്, സുനിൽദാസിൻ്റെ ആളാണ്, എല്ലാവരുടെ ആളാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ഗുരുദേവനും കൂടെ ഉണ്ട്. ഏത്? അത് ഞാനുമായിട്ട് സഹവസിച്ചപ്പോഴാണ് ഗുരുദേവൻ്റെ പടം അവിടെ കൊണ്ടുവന്നത്. മറ്റേ അമ്മയുടെ വേണ്ടെന്നല്ലാണ്ട് ഞാൻ പറയുന്നത്, വേണം. പക്ഷേ ഇതിന് സമാനൻ ആരുണ്ട്? ഗുരുവിന് സമാനൻ ആരുണ്ട്? എന്തിനാ മറ്റതൊക്കെ വേണമെങ്കിൽ എന്തിനാ ഗുരുവിനെ അപമാനിക്കുന്നത്? അപ്പം ഞാൻ ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, മോളെ ലക്ഷ്മി, ഒരു കാരണവശാലും സമ്മതിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയിൽ എനിക്ക് അല്പം സ്വാധീനം വന്നു, എന്നോട് സ്നേഹം, ആ കുട്ടിയോട് എനിക്ക് വാത്സല്യം ഉണ്ടായിരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അവൾ പറഞ്ഞു ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്നുണ്ടെന്ന്. അവസാനം അവൾ മിടിക്കാന്നുള്ളൊരു ജോലിയൊക്കെ കിട്ടി കല്യാണം കഴിച്ചു. പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, അങ്കിളിനോട് മാത്രമേ എനിക്ക് കടപ്പാടുണ്ടായിരുന്നു, എന്നെ നരകക്കുഴി തള്ളിയിടാൻ ശ്രമിച്ചപ്പോൾ അങ്കിളാണ് പറഞ്ഞത്. അപ്പോൾ ആ കൊച്ചു ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ അച്ഛനും വിളിച്ചു, പി നിങ്ങളാ എന്നെ രക്ഷിച്ച്, എനിക്ക് നന്ദിയുണ്ടെന്ന്. ഏത് വിവരമുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ ഗുരു ഇല്ല. ആ വള്ളത്തിൽ ഭാരം കൂടുമ്പോൾ അമ്മയെ വെള്ളത്തിൽ കളഞ്ഞെന്ന് പറഞ്ഞ പോലെ നിർണായക സമയത്ത് നമ്മൾ ഗുരുദേവനെ എടുത്ത് വെള്ളത്തിലേക്ക് കളയും. അതുവരെയും ഗുരുദേവനെ കൊണ്ട് നടക്കും. നിർണായക സമയം, കല്യാണം വരുമ്പോൾ, ഓരോ കാര്യം വരുമ്പോൾ ഗുരുവിനെ വെള്ളത്തിൽ കളയും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഗുരു വെള്ളത്തിൽ കളയാൻ തക്ക വിധത്തിലില്ല. ഇതുണ്ടാകേണ്ടത് ഹൃദയത്തിലാണ്. ഹൃദയത്തിലുണ്ടാകണം. അത് വെളിച്ചമായി വർത്തിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും ഉല്ലംഘിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഗുരുവിൻ്റെ കാരുണ്യം ഉണ്ടാകണം. ഗുരുവിൻ്റെ മാർഗദർശനം നമുക്ക് ലഭിക്കണം. ഇപ്പോൾ ഈ അടുത്തിടെ മരിച്ച പോപ്പ്, നമ്മുടെ പാവപ്പെട്ട സന്യാസിമാർ അവിടെ വെച്ച് ഗുരുദേവൻ്റെ വത്തിക്കാനിൽ സർവമത സമ്മേളനത്തിൻ്റെ ഭാഗമായൊരു സമ്മേളനം സംഘടിപ്പിക്കണം. എത്ര ഭംഗിയായാണ് അദ്ദേഹം അവരെ വരവേറ്റത്. ക്രിസ്തീയ ബിഷപ്പുമാരെല്ലാവരും മട്ടുപ്പാവിൽ അദ്ദേഹം കൈവീശി കാണിക്കുമ്പോൾ ദൂരെ നിന്ന് കണ്ട് തൊഴുതു പോകുന്നു. നമ്മുടെ പോയ 200 പേരുടെയും ഓരോരുത്തർക്കും കൈ കൊടുക്കുകയും അവരെ സ്നേഹപൂർവ്വം ആശ്ലേഷിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചെന്ന ആളുകൾ ഇത്ര കോമളകളയഭരന്മാരൊന്നും ഉണ്ടായിട്ടല്ല. അരോഗദൃഢഗാത്രന്മാരും കോമളകളയഭരന്മാരും തേജോ പുഞ്ചോ ഒന്നും ആയിട്ടല്ല. പക്ഷേ അവർ ഗുരുദേവൻ്റെ സന്ദേശത്തിൻ്റെ കൈത്തിരികളും പേറി വന്ന മനുഷ്യരാണെന്ന് കണ്ടപ്പോൾ ഗുരുവിൻ്റെ ആ സന്ദേശത്തെയാണ് അദ്ദേഹം ആശ്ലേഷിച്ചത്. ശിവഗിരിയിൽ വരാമെന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ലോകം ഒരു കുടുംബമാണ് എന്ന് പറഞ്ഞു. ഇത് ഗുരു പറഞ്ഞത് അദ്ദേഹം എടുത്തു പറഞ്ഞപ്പോൾ ലോകം അറിഞ്ഞപ്പോൾ ഇന്നലെ ശിവഗിരിയിലെ പരിപാടിയിൽ ഉണ്ടായിരുന്നത് ഉദ്ഘാടനം ചെയ്യേണ്ട നമ്മുടെ കേരള ഗവർണറാണ്. ഗവർണർക്ക് എന്തോ തടസ്സം വന്ന് വരാൻ പറ്റിയില്ല. ഈ നമ്മുടെ ഇപ്പോൾ യുദ്ധകാല പരിസ്ഥിതിയൊക്കെ ആയതുകൊണ്ട് ഗവർണർക്ക് വരാം. അപ്പോഴാണ് ഒരു കേന്ദ്ര മന്ത്രി വേറെ പരിപാടിക്ക് ഇവിടെ വന്നത്. കേന്ദ്രമന്ത്രി ശിവഗിരിയിലേക്ക് വന്നു. കാരണം ശിവഗിരിയുടെ അനന്തമായ സാധ്യതകൾ അവർക്കറിയാം. ശ്രീനാരായണ ഗുരുവിനെ ശ്രീനാരായണ ഗുരുവിനെ വാഴ്ത്തുകയും ഒക്കെ ചെയ്താൽ ശ്രീനാരായണ ഗുരുവിൽ ആകർഷമായ ഒരു ജനതയുടെ പിന്തുണ ആർജിക്കാൻ അത് നല്ലതാണ് എന്ന് മനസ്സിലാക്കി നമ്മളാരും ക്ഷണിക്കാതെ മന്ത്രി അവിടെ വന്നു. പരിപാടിയിൽ സംഘടിപ്പിച്ചത് ആന്ധ്രക്കാരൻ മന്ത്രിയാണ്. വന്നുപോയി. നമ്മുടെ ഗുരുദേവനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നത് എങ്ങനെയാണ്? നേരത്തെ ഗുരുദേവൻ്റെ ജയന്തിക്കും സമാധിക്കും അവധി ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് അവധി എടുത്തു കളഞ്ഞപ്പോൾ നമ്മളതിന് സമരം ചെയ്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ശിവഗിരിയിൽ വന്നു. ശിവഗിരിയിൽ ഒരു തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്ന രാഘവൻ വക്കീലിനെ സ്റ്റേജിൽ ഇരുത്തരുതെന്നായിരുന്നു അന്നത്തെ യോഗം പ്രസിഡന്റിനെ. അന്ന് നമ്മുടെ ചില ആള് വക്കം പുരുഷോത്തമനൊക്കെ അത് സമ്മതിച്ചു കൊടുത്തു. രാഘവൻ വക്കീൽ 10 മണിക്ക് സമ്മേളനം നടക്കുന്ന 9 മണിക്ക് സ്റ്റേജിലേക്ക് കയറിയിരുന്നു. ആരെങ്കിലും ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റുമോ? രാഘവൻ വക്കീലിനോട് SNDP യോഗം പ്രസിഡന്റ് അദ്ദേഹം കയറിയപ്പോൾ തന്നെ ധീരാ വീര കൺമണി പൊന്മണി ഞങ്ങളുടെ ഓമന നേതാവി എന്നും പറഞ്ഞ് ബഹളം തുടങ്ങി. അപ്പോൾ വക്കീൽ പറഞ്ഞു ഇത് പാടില്ല, ഇത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം പറയരുത്. ഇന്ദിരാഗാന്ധി വന്നു, നല്ല മനോഹരമായ മഞ്ഞ ഉടുത്ത് മനോഹരിയായി വന്ന് അന്ന് ചോദിച്ചെന്താണ്, ഇന്ത്യയിൽ എത്രയോ സന്യാസിമാരുണ്ട്, ആയിരക്കണക്കിന് സന്യാസിമാരുണ്ട്. ആ സന്യാസിമാരുടെ ഓരോരുത്തരുടെയും
ജനന തീയതിയും ചരമദിനത്തിനും അവധി കൊടുത്താൽ പിന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പ്രവൃത്തി ദിവസം ഉണ്ടാവുമെന്നാണ് ചോദിച്ചത്. ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഇന്ദിരാഗാന്ധി മോശക്കാരിയല്ലല്ലോ, ആണോ? പക്ഷെ ഇന്ദിരാഗാന്ധിയെ ധരിപ്പിച്ചത് ശ്രീനാരായണ, അവർ സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ടതാണ്, അത് വേറെ കാര്യം. കേരളത്തിൽ നിന്ന് പോയ ദുഷ്ടന്മാർ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു കൊടുത്തത് ഈഴവരുടെ മാത്രം എന്തോ നേതാവാണെന്നാണ്. പക്ഷെ രാഘവമക്കിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു മഞ്ഞുടുത്തു വന്ന് മനോഹരിയായി വന്ന് മനം കവർന്ന്, പക്ഷെ പറഞ്ഞത് അത്രയും മര്യാദകേട് എന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു ആരെന്ന് അദ്ദേഹം നല്ല മനോഹരമായി ഇംഗ്ലീഷിൽ പറഞ്ഞ് ഇന്ദിരാഗാന്ധിയെ ബോധ്യപ്പെടുത്തി. ശ്രീനാരായണ ഗുരു കാഷായ വസ്ത്രം ധരിച്ച് കഞ്ഞിക്ക് ഗതിയില്ലാതെ കഞ്ഞി സൗകര്യപൂർവ്വം കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ കാഷായം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ നടക്കുന്ന കാഷായ വസ്ത്രധാരി അല്ല ശ്രീനാരായണ ഗുരു. ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അവസാനം കാര്യം മനസ്സിലായി. പക്ഷേ വണ്ടി അപ്പോൾ പോയി അവർ പ്രസംഗിച്ച് തിരിച്ചെടുക്കാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇനി ഇന്ദിരാഗാന്ധി ശിവഗിരിയിൽ വരില്ല. വിധിയുടെ ഇത് എന്തോ പറ്റി. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു വന്നവർക്ക് ശ്രീനാരായണ ഗുരുവിനെ പിടിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു തോന്നൽ. എല്ലാവരും മാറി വരുമല്ലേ ശിവഗിരിയിലേക്ക്. എന്തായാലും ശ്രീനാരായണ ഗുരു ചർച്ച ചെയ്യപ്പെടട്ടെ, ശ്രീനാരായണ ഗുരു ലോകം ചർച്ച ചെയ്യട്ടെ ശ്രീനാരായണ ഗുരുവിനെ. ശ്രീനാരായണ ഗുരു ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ശ്രീനാരായണ ഗുരു ആയാലും ഇപ്പം നേരത്തെ ഇവിടെ ഗുരുവും ആശാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പലപ്പോഴും ആശാന്റെ മഹത്വത്തെ അളക്കുന്ന കൂട്ടത്തിൽ ആശാൻ ഈഴവനാണെന്ന് ഇത് പതിത്തം കൽപ്പിക്കുന്നവരുണ്ട്. ആശാന്റെ 5 അടി കവിത എന്ന് പറഞ്ഞ് നമ്മുടെ ലീലാവതി ടീച്ചർ എഴുതിയില്ലേ, ആശാന് പൊക്കം കുറവായിരുന്നല്ലോ. ആശാന്റെ 5 അടി കവിത കുശുമ്പാണ്, കുശുമ്പ്. അതിന് അന്ന് മറുപടി പറയാൻ ഡോക്ടർ TK രവീന്ദ്രനും അതിരങ്കൽ പ്രഭാകരനും ഒക്കെ മതിയാവോളം മറുപടി പറഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ഈ ആളുകൾ പുറംപൂച്ചക്ക് നടിച്ചാലും അകത്ത് ജാതി വളരെ രൂഢമൂലമായി നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം അറിയാതെ പോകരുത്. പെരുവഴിയിൽ ഇപ്പോൾ ജാതിയില്ല. പണ്ടതുപോലെ പോകുമ്പോൾ ഹോയ് 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 എന്ന് കാണിക്കാനൊന്നും ഇപ്പോൾ ആളില്ല, കാണിച്ചാൽ തല്ലുകൊള്ളും. പക്ഷേ മനുഷ്യരുടെ മനസ്സിൽ ജാതി അതിശക്തമായി നിലനിൽക്കുകയാണെന്നുള്ള പരമമായ യാഥാർത്ഥ്യം നാം അറിയാതെ പോകാൻ പാടില്ല. ഞാനൊരിക്കൽ വിഷയം മാറി വരികയാണ്. ഞാൻ ആയുർവേദ കോളേജിൽ ഒരിക്കൽ ചെന്നു, ഒരാളെ കാണാൻ ചെന്നു. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് സിനിമാ നടൻ തിലകൻ ഇവിടെ കിടപ്പുണ്ടെന്ന്. തിലകനെ ഒന്ന് കണ്ടേക്കാന്ന് വരും. എന്നെ കണ്ടപ്പോൾ തുടങ്ങി ശാപം തുടങ്ങി. കാണിക്കലാവില്ല ചോന്മാർ, കാണിക്കലാവില്ല വൃത്തികെട്ടോമാർ, അങ്ങനെ ഇങ്ങനെ എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു ഇതിന് മാത്രം മത്സരങ്ങൾ കേൾക്കാൻ ഞാനൊന്നും എത്തി നോക്കിയത് കൊണ്ടാണ് എന്നോട് പറയണത് എന്തിനാ നീ. അവസാനം പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കാം. ഒരു കാര്യം ഞാൻ പറയാം, കണയന്നൂർ താലൂക്കിലെ പ്രതാപമാഷക്കൊക്കെ അറിയാം, കണയന്നൂർ താലൂക്കിലെ 77 ശാഖകളിലും വെക്കേഷൻ കാലത്ത് കുട്ടികളുടെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നതാണ്. ഉണ്ടോ ഇപ്പേ? ചളിക്കവട്ടത്ത് 300 കുട്ടികളാണ് ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നത്. ഒരു വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചാൽ നമ്മുടെ കുട്ടികൾ ഇറങ്ങി വന്നിട്ട് നമസ്തേ എന്ന് പറയും. ഒരു ജീവിതചര്യ അവരെ പഠിപ്പിച്ചിരുന്നു. ഉണ്ടോ ഇപ്പേ? നിന്ന് പോയില്ലേ? കുട്ടികളുടെ കുറ്റാണോ? വേണ്ടപ്പെട്ടവർ വേണ്ടത് ചെയ്യാത്തതാണ്. അവനവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരു ഒഴിവാക്കപ്പെടുക. അപ്പോൾ തിലകനോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കുട്ടികൾ ഇതാ പഠിച്ചുകൊണ്ടിരിക്കുക, ശ്രീനാരായണ ഗുരുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങേക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരിടം കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് വെച്ചിട്ട് ഒരു ദിവസം എന്നെ വിളിച്ച് എനിക്ക് അന്ന് അതൊന്ന് കാണണമല്ലോ, പുള്ളിയുടെ സ്വതസിദ്ധമായ സ്വഭാവത്തിലാണ് പറഞ്ഞത്, ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചളിക്കവട്ടത്തിൽ ചെന്നു. ചളിക്കവട്ടത്തിൽ അതിപ്പോൾ വന്നു ചെന്ന വഴി തന്നെ നമസ്തേ എന്ന് എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ പുള്ളിയുടെ മനം നിറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി ഇരുന്നതിന് ശേഷമാണ് കുട്ടികളിരുന്നത്. കുട്ടികളിരുന്നൊക്കെ കഴിഞ്ഞ് പുള്ളി ഓരോ കാര്യം പറഞ്ഞപ്പോൾ ഞാനെങ്ങനെ നല്ല നടനാണോ? വലിയ ഭയങ്കര നടനാണോ? ഒരു രക്ഷയില്ല മക്കളെ. അതെന്താന്ന് ചോദിച്ചു. അതെന്താ? ഞാൻ ജോനായിപ്പോയി, അതുകൊണ്ടൊരു രക്ഷയില്ല. സിനിമയിൽ ഒടുക്കത്തെ ജാതിയാ. പുള്ളി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് ഒരു ക്ലാസ് ടീച്ചർ ക്ലാസ് എടുക്കുന്ന പോലെ കാര്യം പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി പിള്ളേർക്ക്. അത് കഴിഞ്ഞ് തിരിച്ചുപോയി. അപ്പം അദ്ദേഹം പറഞ്ഞു നമ്മുടെ ദേവൻ എത്ര സുന്ദരനാണ്, വല്ല രക്ഷയുണ്ട മക്കളെ? ചോനായിപ്പോയി. കുതിരവട്ടം പപ്പു എത്ര പ്രഗത്ഭന, രക്ഷയുണ്ട മക്കളെ? ഇല്ല. എന്താ കാരണം? ചോനായിപ്പോയി. ജഗതി ശ്രീകുമാർ വിശ്വകർമ്മജനായിപ്പോയി. അപ്പൊ എന്താണെയോ, സിനിമയിലും ഓരോ രംഗത്തും ജാതി പത്തി വിടർത്തി ആടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത്. എന്ന് വെച്ചാൽ ജാതി ഉണ്ടാക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്,
ജാതി ഭേദം ഇല്ലാതാകാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ട്. ജാതി ഭേദം ഇല്ലാതാകണമെങ്കിൽ എല്ലാ ജാതിക്കാർക്കും തുല്യമായ അവസരങ്ങൾ ഇവിടെ ലഭിക്കണം. ഏത് രംഗത്തും അവർക്ക് തുല്യമായ അവസരം. ഇതല്ലേ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഈ ഇന്ത്യ മുന്നണിക്കാർ പറഞ്ഞ് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന്. ഇന്ത്യ മുന്നണി നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാട്ടോ, രാഷ്ട്രീയമല്ല. ഇന്ത്യ മുന്നണി പറഞ്ഞ് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന്. BJP പറഞ്ഞു വർഗീയമായ ചേരിതിരിവുണ്ടാക്കുകയാണ്, പിളർപ്പുണ്ടാക്കുകയാണെന്ന്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നു ജാതി സെൻസസ് നടപ്പാക്കാം, ജാതി സെൻസസ് നടപ്പാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ജാതി സെൻസസ് നടപ്പാക്കിയാലുള്ള ഗുണം എന്താണ്? ജാതി സെൻസസ് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ 85%, 100-ൽ 85% പിന്നോക്ക ദളിത് വിഭാഗങ്ങളാണ്. 3% സവർണരായ മറ്റേ ബ്രാഹ്മിൻസ് ഉള്ളത്. ഇന്ത്യയിൽ പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലായാലും രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റിലായാലും അവിടെയെല്ലാം ഈ 3%-കാരാണ് 99% ഉദ്യോഗം കൈവച്ചിട്ടിരിക്കുന്നത്. അവരാണ് ഭരിക്കുന്നത്. പ്രധാനമന്ത്രി അല്ല ഭരിക്കുന്നത്, പ്രസിഡന്റ് അല്ല ഭരിക്കുന്നത്. ഭരണനിർവഹണം നടത്തുന്നത് ഈ രാജ്യത്ത് ചീഫ് സെക്രട്ടറി മുതൽ പഞ്ചായത്തിലെ പ്യൂൺ വരെയുള്ള ആളുകളാണ്. അതാണല്ലോ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ ചെന്ന് ഗുരുദേവനോട് പറഞ്ഞതേ പഠിപ്പിച്ച് മിടുക്കനാക്കി കൊണ്ടുവന്ന് അവസാനം നിന്ദിക്കുന്ന കണ്ടില്ലേ സ്വാമി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് പറഞ്ഞപ്പോൾ അയ്യപ്പൻ ധിക്കാരി പറയണേട്ടല്ലേ, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെന്ന് ഇങ്ങനെ പറയാമോ? അപ്പോൾ സ്വാമി ചോദിച്ചു, അയ്യപ്പന്റെ കർമ്മത്തിൽ ദൈവമുണ്ടല്ലോ. അയ്യപ്പൻ അതല്ല ഒരു പ്രാവശ്യമല്ലേ പറയുന്നുള്ളൂ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ ഒരു പ്രാവശ്യം പറഞ്ഞു. അയ്യപ്പൻ പറയുന്നു വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. എന്നിട്ട് ആ അയ്യപ്പൻ പറയുകയാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞ അയ്യപ്പൻ പറയാണ് പാർട്ടി മാറി ഭരിച്ചാൽ പോരാ, ജാതി മാറി ഭരിക്കണം. ഏത് അണ്ടിയോടെ എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിയോ. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ കോൺഗ്രസ് കാണിക്കണ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, പറയണതിൽ തെറ്റെന്താ? കോൺഗ്രസ് കാണിക്കണ കാണാൻ പറ്റും. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 39 MLA-മാരായിരുന്നു ഈഴവ സമുദായത്തിൽ നിന്നുണ്ടായിരുന്നത്. അത് വന്ന് ഇപ്പൊ ഒരെണ്ണ കെ ബാബു ഒരെണ്ണാണുള്ളത്. 31 ഉണ്ടായിരുന്നിടത്ത് ഒരെണ്ണമാണുള്ളത്. നമുക്കൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നവും നമുക്കില്ല. കേരളത്തിന്റെ മന്ത്രിസഭയിൽ 50% ഒരു സമുദായം, നമുക്കൊരു കുഴപ്പമില്ല. സുധാകരൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, എത്ര ധീരനാണ് ആ മനുഷ്യൻ. അങ്ങ് കണ്ണൂര് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലത്തിൽ കൊണ്ടും കൊടുത്തും പടപൊരുതി ജീവൻ ഹോമിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. അപ്പോൾ സഭയിൽ നിന്ന് ബിഷപ്പ് വിളിച്ചു പറഞ്ഞെന്ന് KPCCയുടെ പ്രസിഡന്റ് ക്രിസ്ത്യാനിയാകണമെന്ന്. ഇത് രഹസ്യമാക്കി വെച്ചാൽ പോരെ, എന്തിനാ പരസ്യമാക്കണേ? ബിഷപ്പ് പറഞ്ഞു KPCC കൊല്ലനും അറിഞ്ഞില്ല, കൊല്ലത്തി അറിഞ്ഞില്ല, തിത്ത എന്നൊരു കൊച്ചരുവാന്ന് പറഞ്ഞ കണക്ക് ഒരു ദിവസം ദേ വന്നിരിക്കുന്നു. ഇപ്പം ഇതൊക്കെ നമ്മൾ കണ്ടുകൊള്ളണം. നമ്മുടെ കയ്യിലൊരു ആയുധമുണ്ട്, ഏറ്റവും വലിയ ആയുധമാണ്. ഒരു ദിവസമുള്ളൂ വോട്ട്. ആ സമയത്ത് വരുമ്പോൾ നമ്മൾ നമ്മെക്കുറിച്ച് ഓർത്ത് നമ്മുടെ സുരക്ഷയ്ക്ക് ഉതകുന്ന വിധത്തിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല. എണ്ണത്തിൽ കൂടുതൽ നമ്മളുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? 4-1 നമ്മളുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാശിന്റെ വില കൽപ്പിക്കുന്നുണ്ടോ നമുക്ക്? എന്തേ ഇല്ലാത്തത്? നമ്മൾ സംഘടിതമല്ല എന്നിട്ടാണ്. ഞാൻ ഇനി വിഷയത്തിലേക്ക് വരുന്ന ഒത്തിരി ആളുകൾ കണ്ടിട്ടുണ്ട് ഗുരുദേവനെ കാണാത്ത ആരാള്. ഇപ്പോൾ വാഗ്ബടാനന്ദ ഗുരുദേവൻ വന്ന് ഗുരുദേവനെ കണ്ട്, സ്വാമി എന്തിനാ ഈ മയിൽക്കുറ്റികൾ ഇങ്ങനെ നാട്ടുന്നതെന്ന്, അമ്പലം പ്രതിഷ്ഠിക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ് നാം ദൈവത്തെങ്കിലേക്കുള്ള ദൂരം അളക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അവസാനം സ്വാമി തിരിച്ചു ചോദിച്ചു, നാം കല്ല് കുഴിച്ചിടുന്നതല്ലേ ഉള്ളു, നിങ്ങൾ എന്തിനാ ഈ കല്ല് ചുമക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കാതിൽ കിടക്കുന്ന കടുക്കലിൽ കല്ലുണ്ടായിരുന്നു വാഗ്ബടാനന്ദ ഗുരുദേവന്റെ പൂർവാശ്രമത്തിലെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ്. അപ്പോൾ സ്വാമി തമാശ രൂപത്തിൽ പറഞ്ഞു, സ്വാമിയുടെ ഫലിതം ഭയങ്കരമാണല്ലോ, യുക്തിയും ഫലിതവും ഒക്കെ വളരെ രസം. വാഗ്ബടാനന്ദ ഗുരുദേവനോട് പറഞ്ഞു, കുഞ്ഞുകണ്ണല്ലേ, കുഞ്ഞിക്കണ്ണൻ എന്നാണ് പേര് എന്ന് പറഞ്ഞു. വലിയ കാര്യങ്ങൾ കാണാൻ കഴിയാതെ വരും, എന്തോ അത് സ്വാമി ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല, ഞാൻ ഇതാണെന്ന് പറയുന്നില്ല.
ഓരോരുത്തർ പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ വന്നു. സ്വാമിയുടെ അഭിപ്രായമല്ല എൻ്റെ അഭിപ്രായം. ഗുരുദേവൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? സ്വാമിയുടെ അഭിപ്രായമല്ല എൻ്റെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ രണ്ടും ശരിയാണല്ലോ. രണ്ടുപേരുടെ അഭിപ്രായം വേറെയാണ്. സ്വാമിയോട് എനിക്ക് തർക്കിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ പോവാം ശിവഗിരിയിൽ, ഒന്ന് തർക്കിക്ക്. അപ്പോൾ എല്ലാവരും തോപ്പിച്ച്, പുള്ളി ഇങ്ങനെ സർവ്വരും തോപ്പിച്ച് നടന്ന കൂട്ടത്തിൽ ഇനി ഇദ്ദേഹത്തെ മാത്രം വെച്ച് വാഴിക്കേണ്ട കാര്യമില്ല. അങ്ങ് തർക്കിച്ചങ്ങ് തോപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പിന്നെ സംഗതി അങ്ങ് കൊടുമുടി ഗിരിശൃംഗത്തിൻ്റെ മുകളിൽ നിൽക്കാമല്ലോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ സ്വാമി ചോദിച്ചു നമ്മൾ വല്ല സൗകര്യം ചെയ്തു തരണമെന്ന് ചോദിച്ചു. ഭക്ഷണം പാകം ചെയ്യാൻ ഒരാൾ വേണമെന്ന്. അതെങ്ങനെയാണെന്ന് ബ്രാഹ്മണൻ വേണമെന്ന്. അപ്പോൾ എല്ലാവരും ശിവഗിരിയിലെ അന്തേവാസികളെല്ലാം വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ഇതിൽ ബ്രാഹ്മണനെ വിളിച്ചുകൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഒരാഴ്ചയാണ് പറഞ്ഞ് തർക്കിക്കാനുള്ളത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ പരിപാടി തീർന്നു. പുള്ളിയുടെ കാറ്റ് പോയി. വെരുള്ളിൽ കാറ്റ് പോയി. അവസാനം കാലിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞ് അടിയൻ്റെ അഹന്ത മാറി, അവിടുത്തെ മഹത്വത്തിൻ്റെ മുമ്പിൽ അടിയനാര്, അഹന്ത മാറിയെന്നും. ഗുരുദേവൻ വസിപ്പും മല പോലെ എന്നുള്ള പോലെ അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹത്തിന് ഇതൊന്നും പുത്തിരിയല്ലല്ലോ. സ്വാമി എന്തെയോ ആഴം കണ്ടിട്ടുള്ള. അവസാനം ചോദിച്ചു ഭക്ഷണം അത്ര രുചികരമായിരുന്നു എന്ന്. ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ബ്രാഹ്മണൻ പാകം ചെയ്താൽ അത്ര രുചികരമായിരിക്കില്ലേ സ്വാമി എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചത് പറയൻ പാകം ചെയ്തതാണല്ലോ എന്ന്. പറയനും നിങ്ങളിവിടെ നിന്ന് കുട്ടികളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി പറയാനെയാ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ സ്വാമി തന്നെ പറയാറില്ല ശുചിത്വം വേണം, നമ്മൾ നന്നായി ശുചിത്വമൊക്കെ ആചരിച്ച് നമ്മൾ മാറ്റി നിർത്താൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം ആളുകൾ, അന്നത്തെ ഭരണാധികാരികൾ, സമസ്ത രംഗത്തുണ്ടായിരുന്ന ആളുകൾ ഗുരുദേവനെ വന്ന് കണ്ടിട്ടുള്ള ആ കൂട്ടത്തിൽപ്പെട്ട ശിഷ്യന്മാരായി മാറിയ ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെല്ലാം പിന്നോക്ക വിഭാഗക്കാരെ എതിരെ വന്നു കഴിഞ്ഞാൽ തല്ലി പാടത്തിട്ടിരുന്ന ആളാണ് നമ്മുടെ അയ്യപ്പൻ പിള്ള, സത്യവ്രത സ്വാമികൾ. ആ അയ്യപ്പൻ പിള്ള അന്ന് ഗുരുദേവനെ ഒന്ന് കണ്ടു കളയാം, ഇത്ര വലിയ പ്രമാണി ആരാന്നൊന്നും നോക്കിക്കളയാമെന്ന് വിചാരിച്ചാണ് ആലുവായിൽ വന്ന് കാണുന്നത്. അപ്പോൾ ഗുരുദേവൻ ഇങ്ങനെ സന്നിധി കൊള്ളുന്നു, കസേരയിലിരിക്കുന്നു, ആളുകൾ പോയി സാഷ്ടാംഗം പ്രണമിക്കുന്നു, നിന്ന് ഭക്തിപാരവശ്യത്തോടുകൂടെ ഗുരുദേവനോട് ഇടപഴകുന്നു. ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹം തിരിച്ചുപോയി. പിറ്റേ ദിവസം വീണ്ടും വന്ന് ഗുരുദേവൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മളെ ശിഷ്യനാക്കണം എന്ന് പറയും. അപ്പോൾ ആ സത്യവ്രതൻ, ഗുരുദേവൻ പറഞ്ഞു സത്യവ്രതൻ ബുദ്ധനോളം പോലും ജാതി ഉണ്ടായിരുന്നില്ല എന്ന്. സത്യവ്രതനോളം ജാതി ചിന്തയിൽ സത്യവ്രതൻ ബുദ്ധനെയും ജയിച്ചിരിക്കുന്നു എന്നാണ്. അതായത് ജാതിയുടെ പേരിൽ ജാതി കുശുമ്പ് കൊണ്ട് പിന്നോക്കവർഗക്കാരെ പെരുവഴിയിൽ തല്ലി ഇത് ഗുരുതരമായ പീഡകൾ ചെയ്തുകൊണ്ടിരുന്ന സ്വാമി അയ്യപ്പൻ പിള്ള സത്യവ്രതനായി മാറി. അതുപോലെ തന്നെ ആദ്യത്തെ ശിഷ്യൻ ശിവലിംഗദാസ് സ്വാമികൾ, ഇവരെല്ലാം ദർശനമാത്രയിൽ പരിവർത്തനപ്പെട്ടിട്ടുള്ളതാണ്. ഗുരുദേവനെ ഒന്ന് ഇപ്പോൾ ടാഗോർ പറഞ്ഞ എന്താണ്, അവിടത്തെ ദർശിച്ചതോടുകൂടി എന്നിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് കണ്ടപ്പോഴേ ടാഗോർ ആരാ? ബി പി രാമനാഥനാണോ? ടാഗോർ ആരാണ്? ലോകം കണ്ട ഇത് നോബൽ സമ്മാന ജേതാവ്, മഹാകവി, മഹാഋഷി. അദ്ദേഹം പറയുന്നു അവിടുത്തെ കണ്ടതോടുകൂടി നമുക്ക് മാറ്റം സാധിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടാൽ മാറിപ്പോകുന്നതാണ് ഗുരുദേവൻ. കാന്തികമായി തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന അമാനുഷിക ശക്തി ഉണ്ടായിരുന്നതാണ് ഗുരുദേവൻ. ഇപ്പം സഹോദരൻ കാണാൻ ശ്രമിച്ചത് എങ്ങനെയാണ്? സഹോദരൻ പറഞ്ഞത്, ഗുരുദേവനെ കുറിച്ച് പറഞ്ഞത്, സ്വാമി ചെയ്തു എന്ന് പറയുന്ന അത്ഭുതങ്ങളൊന്നും അല്ല ഈ അത്ഭുതം, ആ ജീവിതമാണ് അത്ഭുതം. ഇങ്ങനെ ജീവിക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. ഒരു ജീവിതകാലം അത്രയും ഇവിടെ ജീവിച്ചിട്ടും കൺമുന്നിൽ, നമ്മുടെ എല്ലാം കൺമുന്നിൽ ജീവിച്ചിട്ടും അവിടുത്തെ യശോധാവെള്ളത്തിൽ ഒരു ജലകണികയോളം പോലും കറുത്ത പാട് വീഴാതെ ജീവിച്ചു എന്നതാണ് ഗുരുദേവൻ്റെ മഹാത്ഭുതമെന്നാണ്. നമ്മളിപ്പോൾ ഏത് ഗുരുക്കന്മാരെ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് എതിരഭിപ്രായം പറയാൻ കഴിയും. എവിടെയെങ്കിലും എതിരഭിപ്രായം പറയാം, അത് ശരിയായില്ല. ഗുരുവിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ എവിടെയെങ്കിലും പറയാൻ പറ്റും, ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന്. സുഭാഷ് തന്ത്രിക്ക് പറയാൻ പറ്റും. നമ്മുടെ മൂവാറ്റുപുഴയിൽ ഒരു ഇടക്ക് വരുത്തുന്നുണ്ടല്ലോ, എന്താ പേരാ മറ്റേ സുഭാഷ് തന്ത്രി എന്നോ, അവന് ഭ്രാന്താണ്. അവനിങ്ങനെ ഇത് ഏതാണ്ടൊക്കെ പിടിച്ച് തുള്ളിക്കളിക്കുകയും
ഇത് തനി ഭ്രാന്താണ്. തമാശ പറഞ്ഞല്ല. ഇനി ഇല്ലെങ്കിൽ ചെറിയ ലക്ഷണമുണ്ട്, മുഴുഭ്രാന്തിൽ അത് അവസാനിക്കും എന്നുള്ള കാര്യം. അവൻ പറയാണ് ഈ ആളുകൾ, നിഷ്പക്ഷരായ ആളുകൾ പറയുന്നത്, ചിലർ കുശുമ്പോട് കൂടെ പറയാണ്ട് ആശാനെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടി ചിലർ പറയും ഗുരുദേവന്റെ മുമ്പിൽ ആശാൻ ആരുമായിരുന്നില്ല കവിത്വത്തിൽ, അത് ആശാനെ ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഗുരുദേവനെ പൊക്കി ആശാനെ ചെറുതാക്കി നമുക്ക് വിഷമം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ കവി എന്നുള്ള നിലയിൽ ഗുരു ആർക്കൊപ്പമാണ്? എല്ലാവർക്കും മീതെയാണ്. അത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നുള്ളൂ. ഗുരുദേവന്റെ കവിത്വത്തെക്കുറിച്ചും എല്ലാം ഇനിയും ചർച്ച ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്ത്രി പറയുകയാണ്, തന്ത്രി എന്ന് പറയാൻ പറ്റുമോ അവനെ? അപ്പോൾ ഇടയ്ക്കിനെ തന്ത്രി എന്ന് പറയണത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ കാര്യമാത്ര വിജയൻ തന്ത്രിനെ തന്ത്രി എന്ന് പറയണേ, ഇവനെ തന്ത്രി എന്ന് പറയണത് എങ്ങനെയാണ്? അപ്പോൾ അയാൾ പറയാണ് ദൈവദശകം കുമാരനാശാൻ എഴുതിയതാണ്, ഗുരുദേവനെ എഴുതാൻ അറിയാൻ പാടുള്ളത്. പക്ഷേ ഈ നമ്മൾ പുള്ളി എന്നിട്ട് പറഞ്ഞിട്ട് ഷാർജയ്ക്ക് പോയി, കാരണം ആരാണ്ട് തല്ലുമെന്ന് വിചാരിച്ച്. കുറെ കാലം ഷാർജയിലിരുന്നാണ് പുലഭ്യം പറഞ്ഞിട്ടിരുന്നത്. ഇപ്പോൾ പേടിച്ചിട്ട് ഉറങ്ങാൻ നിവൃത്തിയില്ലാതിരിക്കുക. നമ്മളാരും തല്ലിയിട്ടല്ല, നമ്മൾ തല്ലുവാണെങ്കിൽ ആരെയൊക്കെ തല്ലണമായിരുന്നു നേരത്തെ. നമ്മൾ തിരിഞ്ഞു നിന്ന് തല്ലേണ്ട അവസ്ഥയിലല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇപ്പോൾ ടാഗോർ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു, ഓരോരുത്തരും ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു നാളിൽ ആരും പൂവിട്ട് പൂജിച്ചിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇത്ര അംഗീകാരം കിട്ടി. ഇപ്പോൾ ക്രിസ്തുദേവൻ അദ്ദേഹത്തിൻ്റെ ക്രൂശാരോഹണത്തിന് ശേഷം 200 സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ തെല്ല് അംഗീകരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഓരോരുത്തർ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും വേറെ പലരും എഴുതിയും പിടിപ്പിച്ചും നിറപ്പകിട്ട് കൊടുത്തു നോക്കിയാൽ ഇതല്ലല്ലോ. ഗുരു ജീവിച്ചിരുന്ന ആരാ എതിർപ്പുണ്ടായിരുന്നു? ഗുരു ജീവിച്ചിരുന്ന നാളിൽ ആരെങ്കിലും എതിർപ്പുണ്ടായിരുന്നോ? ആകെപ്പാടെ ഒരു ജഡ്ജിയുടെ ഒരു മജിസ്ട്രേറ്റ് ഒരു വിധി പ്രസ്താവിച്ചു. അതിനെ സംബന്ധിച്ച് കുമാരനാശാൻ ദൂഷിതമായ ന്യായാസനം എന്നും പറഞ്ഞ് കവിത എഴുതി അയാളെ നശിപ്പിച്ചു. അപ്പോഴാണ് തിരുവിതാംകൂർ രാജാവ് ഗുരുദേവൻ വാദിയായോ പ്രതിയായോ ഒരു കേസ് ഉത്ഭവിച്ചാൽ കോടതി ആ തിരുമുമ്പിൽ ചെന്ന് കാര്യങ്ങൾ കേട്ടുകൊള്ളണം. ഗുരുദേവന് പറയാനുള്ള കോടതിയിലേക്ക് പോകണ്ടെന്ന് ഇങ്ങനെ ആർക്കെങ്കിലും മോദിക്ക് കിട്ടിയിട്ടുണ്ടാവും, നേരത്തെ ഉണ്ടായിരുന്ന കിട്ടിയിട്ടുണ്ട്. ഇത് ശ്രീനാരായണ ഗുരു നമ്മൾ പരിശോധിച്ച് നോക്കണം. അന്ന് മന്ത്രിസഭ എന്ന് പറയുന്ന പോലുള്ള രാജാവ് വിളംബരം പുറപ്പെടുവിച്ചു. അതായത് ശ്രീനാരായണ ഗുരുദേവൻ വാദിയായോ പ്രതിയായോ ഒരു കേസുണ്ടായാൽ ഗുരുദേവൻ കോടതിയിൽ പോകേണ്ടതില്ല. കോടതി ഗുരുദേവന്റെ സവിധത്തിൽ പോയി ഗുരുദേവനെ കേൾക്കണം, അവിടുന്ന് പറയാനുള്ളത് അത് കേൾക്കണം എന്ന്. അത് ഗുരുദേവന്റെ മഹത്വം കൊണ്ടല്ലേ. അത്ഭുതം വേറെ എന്തുമാത്രം കാര്യങ്ങൾ. ഇപ്പൊ സഹോദരൻ യുക്തിയോടുകൂടി കാണുമ്പോഴും പറയുന്നുണ്ട് ഗുരുദേവനിൽ അസാധാരണത്വം ധാരാളം ഉണ്ടായിരുന്നു. കാരണം പരഹൃദയജ്ഞാനം. ഞാൻ ഒരു കാര്യം പറയാൻ മനസ്സിൽ വിചാരിച്ച് ചെന്നപ്പോൾ സ്വാമി എന്നോട് ഇങ്ങ് പറഞ്ഞെന്നാ പറഞ്ഞു. പരഹൃദയ ജ്ഞാനം എത്രയോ. ഇപ്പോൾ ഗുരുദേവന്റെ ഫോട്ടോ എടുക്കാൻ വന്ന് തലശ്ശേരിയിൽ വന്ന് ഫോട്ടോ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ പോന്ന വഴി വിചാരിച്ചത് ഒരു സൈഡ് എടുക്കാം എന്നാണ്, ഒരു വശത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. അവിടെയാണല്ലോ ഗുരുദേവനെ കണ്ട് കഴിഞ്ഞപ്പോൾ സ്വാമി ചോദിച്ച് ബ്രിട്ടീഷുകാരുടെ നാണയം പോലെ മതിയോ എന്ന് ചോദിച്ച്. എന്ന് വെച്ചാൽ ഒരു സൈഡ് മതിയോ? അയാൾ പകച്ചു. ഇതെങ്ങനെ അറിഞ്ഞു? സ്വാമി അറിഞ്ഞു. അപ്പോഴാണല്ലോ ചോദിച്ചത് ഈ ഇലയുടെ പടം എടുക്കാവോ? എടുക്കാം. ഇതിൻ്റെ രസപ്പടം എടുക്കാവോ എന്നൊക്കെ ചോദിച്ചത് ആ സന്ദർഭത്തിലാണ്. അപ്പോൾ നമ്മൾ ഓരോ സന്ദർഭവും ഇത് എടുത്ത് ഗുരുദേവന്റെ ശരിക്കും ഏറ്റവും കൂടുതൽ കൃതികൾ പോലെ പ്രാധാന്യമുള്ളതാണ് ഗുരുദേവന്റെ സംഭാഷണ ശകലങ്ങൾ. വാസ്തവത്തിൽ ആ പരമഭാഗ്യം ലഭിച്ചതിന് കാരണഭൂതനായത്, അത് പൂർണ്ണ രൂപത്തിൽ എത്തിച്ചത് നമ്മുടെ ഭാസ്കരൻ സാറാണ്. ഗുരുവൈഖരി എന്ന ആ ഗ്രന്ഥം ഗുരു പറഞ്ഞത് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. അദ്ദേഹം വാസ്തവത്തിൽ ഈ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ചെയ്ത ഒരു മഹാസേവനമാണ്. അതിൽ ഗുരു ഇപ്പൊ RSS ഉണ്ടാക്കിയതിൻ്റെ 7ാം ദിവസമാണ് ഗുരു പറയുന്നത് ഹിന്ദുമതം ഒന്നും ഒരു മതമില്ലല്ലോ, ഹിന്ദുമതം എന്നൊരു മതമില്ലോ. സ്വാമിക്ക് മനസ്സിലായി എന്ന് തോന്നണം അവിടെ പ്രശ്നം ഉണ്ടാവുന്ന. നാളെ CV കുഞ്ഞിരാമനുമായിട്ടുള്ള സംവാദത്തിൽ പറയുകയാണ് ഹിന്ദുമതം എന്നൊരു മതം ഇല്ലല്ലോ. അത് ഈ ഭൂവിഭാഗത്ത് താമസിക്കുന്ന ആളുകളെ എല്ലാം ഹിന്ദുക്കൾ എന്ന് പറയുന്നതാണ്. അതിലിവിടെ ജനിച്ച ക്രിസ്ത്യാനിയും ഇവിടെ ജനിച്ച മുസൽമാനും എല്ലാം ഉൾപ്പെടുന്നു. എത്ര മഹത്തായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഗുരു ഇത് അവതരിപ്പിക്കുന്നത്. ഈ ടാഗോറിനെ ഞാൻ പറഞ്ഞു, ടാഗോർ വന്നപ്പോൾ സ്വീകരിച്ചതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. തെങ്ങിൻ്റെ തൈ കൊടുത്ത് ഭക്ഷണം കൊടുത്തത് എന്താണ്? മറ്റേ തെങ്ങിൻ്റെ മണ്ട അത് നിന്നെടുത്ത രസകരമായ
എന്താ പറയുന്നത്, അത് ഇപ്പോൾ നമ്മൾ തിന്നാൻ ഉപയോഗിക്കാറുള്ളതാണ്, വളരെ സ്വാദിഷ്ടമായ. അപ്പോൾ അതിൽ പോലും വൈവിധ്യമുണ്ടായ മഹാത്മജി വരുന്നു. മഹാത്മജിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇന്ത്യ ചരിത്രത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കി തീർത്തിട്ടുള്ളതാണ്. മഹാത്മജി നമുക്കറിയാം, ഇവിടെ വൈക്കം സത്യാഗ്രഹം തുടങ്ങി. അത് 1924 മാർച്ച് മാസം 30 തുടങ്ങി 1925 നവംബർ മാസം 25 സമാപിച്ചു. 603 ദിവസം നീണ്ടു നിന്ന സമരം. 603 ദിവസം നീണ്ടു. ഇപ്പം അതിൻ്റെ പിതൃത്വമൊക്കെ വേറെ ആളുകൾക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം ചെയ്ത ആരാ? വൈക്കം സത്യാഗ്രഹം ഇപ്പോൾ ചെയ്ത ആരാ? ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനം നടത്തുമ്പോൾ ഒരാളുടെ പേര് പറയും, കോൺഗ്രസ് സമ്മേളനം നടത്തുമ്പോൾ വേറെ ആളുടെ പേര് പറയും, ഒരു പേര് വിട്ടുപോകും. ഇങ്ങനെ പരമ്പരയായി ഇങ്ങനെ അന്ന് 100 പേരുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഒരാളുടെ പേര് പറയും, ടി.കെ. മാധവൻ. വാസ്തവത്തിലെ സമരം ചെയ്തത്, അതിന് നേതൃത്വം കൊടുത്തത് ദേശാഭിമാനി ടി.കെ. മാധവൻ. സിൻഡിക് യോഗത്തിൻ്റെ സമ്മേളനങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രമേയങ്ങൾ പാസാക്കി. അതിനുശേഷമാണ് ടി.കെ. മാധവൻ എന്ന് പറയുന്ന ക്രാന്തദർശി. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. അദ്ദേഹം ഗുരുദേവനുമായി സംവദിച്ചു, ഗുരുദേവനോട് ഉപദേശം തേടി. മഹാത്മാഗാന്ധിയെ കണ്ട് ഈ കാര്യം ഉണർത്തിച്ച് കോൺഗ്രസിൻ്റെ സഹകരണം കൂടെ ഉറപ്പാക്കണമെന്ന് വിചാരിച്ച് അദ്ദേഹം കാക്കിനദയിൽ പോയി മഹാത്മാഗാന്ധിയെ കാണുന്നു. അതിനൊത്തിരി പ്രതിബന്ധമുണ്ടായി. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദും മുഹമ്മദ് അലി ജിന്നയുമൊക്കെയാണ് അന്ന് ടി.കെ. മാധവനെ സഹായിച്ചത്. അദ്ദേഹം പ്രമേയം അവതരിപ്പിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ കിട്ടിയത് 5 മിനിറ്റാണ്. സംസാരം 1 മണിക്കൂറായിട്ട് പോലും ആരും ഒരു മുട്ടുസൂചി വീണാൽ പോലും കേൾക്കാൻ കഴിയുന്ന നിശബ്ദതയോടെ ആളുകൾ അവിടെ കാതുകൂർപ്പിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞു. സഞ്ചാര സ്വാതന്ത്ര്യ പ്രമേയം സർവസമ്മതമായി പാസാക്കി. എവിടെ വേണം സമരം ആരംഭിക്കുക? അത് വൈക്കത്ത് വേണം. അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ വഴിയും വഴികാട്ടിയും പരമഗുരുവും പരദൈവവുമായ ശ്രീനാരായണ ഗുരുദേവൻ വൈക്കത്തിൻ്റെ അമ്പലത്തിൻ്റെ പരിസരത്തെ റോഡിലൂടെ കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഏതാനും വരേണ്യവർഗത്തിൽപ്പെട്ടവർ പോയി ഗുരുദേവനെ തടുത്ത്, നിങ്ങൾ താഴെ ഇറങ്ങണം, നിങ്ങൾക്കിതിലെ സഞ്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഗുരുദേവനെ നിങ്ങൾക്കറിയാലോ, ഗുരുദേവൻ ഒന്നിനും വഴക്കിന് പോകുന്ന ആളൊന്നുമല്ല. ഗുരുദേവൻ അവിടുന്ന് തിരിച്ചുപോയി. ഈ വിവരം അറിഞ്ഞ് ടി.കെ. മാധവൻ പാഞ്ഞെത്തി ശിവഗിരിയിൽ. തൃപ്പാദങ്ങളെയും തടഞ്ഞുവോ എന്ന്. തൃപ്പാദങ്ങളെയും ഒരു നിമിഷം കൊണ്ട് കേരളത്തിൽ എന്ത് സംഭവിക്കാം? അന്ന് ശ്രീനാരായണ ഗുരുവിനെ തടുത്തു എന്നല്ല, ശ്രീനാരായണ ഗുരുവിന് എതിരെ ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഒരു വലിയ സമൂഹം, അത് ഈഴവർ മാത്രമല്ല, ഒരു വലിയ സമൂഹം അന്ന് ജീവൻ ത്യജിക്കാൻ സന്നദ്ധമായിട്ടുള്ള കാലമാണ്. നമുക്കറിയാം, ഗുരുദേവനെ തിരുവാർപ്പിൽ ഗസ്റ്റ് ഹൗസിൽ കയറ്റിയില്ല എന്നൊരു പരാതി ഉണ്ടായി. അവിടെ കെ.ആർ. നാരായണനെ കുറിച്ചൊക്കെ നമ്മൾ ധരിച്ചിരിക്കുന്നത് എത്ര മോശമായിട്ടാണ്. ആരായിരുന്നു കെ.ആർ. നാരായണൻ? ഞാൻ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. കെ.ആർ. നാരായണൻ പറഞ്ഞു, തൃപ്പാദങ്ങളെ കയറ്റാത്ത ഗസ്റ്റ് ഹൗസ് ഇവിടെ വേണ്ട, നമുക്ക് ഇടിച്ചു പൊളിച്ച് നിരത്തണം എന്ന് പറഞ്ഞു. 5 മിനിറ്റ് സമയം. ഒന്നുകിൽ ഈ ഗസ്റ്റ് ഹൗസ് ഇടിച്ചു പൊളിച്ച് നിരത്തണം, അതിന് കഴിയില്ലെങ്കിൽ നമുക്ക് ഈ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാം എന്ന് പറഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് ആലോചിക്കണമെന്ന്. ആളുകൾ പറഞ്ഞ് ഞങ്ങളൊന്നും ചാടിച്ചാവാൻ തയ്യാറില്ല, ഈ പണ്ടാര ഇടിച്ചങ്ങ് പൊളിച്ച് കളഞ്ഞേക്കുന്നു, സ്വാമി ഇടപെട്ട് പാടില്ല എന്ന്. അപ്പോൾ ടി.കെ. മാധവൻ ഗുരുദേവന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, തൃപ്പാദങ്ങളെയും തടുത്തുവോ? സ്വാമി മാധവൻ പ്രകോപിതനാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. വൈക്കത്താണ് സമരം ആരംഭിച്ചത്. ഈ സമരം ആരംഭിക്കുമ്പോൾ ടി.കെ. മാധവന്റെ മനോമുഖരത്തിലുണ്ടായിരുന്നത്, തങ്ങളുടെ സകലാശ്രയമായി വർത്തിക്കുന്ന ഗുരുദേവനെ പോലും സഞ്ചരിക്കാൻ സമ്മതിക്കാതെ വഴി തടഞ്ഞ ആ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം അവിടെ നിന്ന് ആരംഭിച്ചു. ഇപ്പോൾ വേറെ ആളുകൾ അതിൻ്റെ പൈതൃകം കൊണ്ടുപോകുന്നു. അവസാനം സ്വാമി തന്നെ അവിടെ എഴുന്നള്ളുകയാണ്. സാക്ഷാൽ ഗുരുദേവൻ വന്ന് ഖദർ മുണ്ടുടുത്താണ് വന്നത്, ഖദർ ഷാളും ധരിച്ചാണ് വന്നത്, ബോട്ടിയേട്ടിയിൽ ഖദർ മാലയിട്ടാണ് സ്വീകരിച്ചത്. സ്വാമി ചോദിച്ചു, നിങ്ങൾ ഖദറാണോ ഭക്ഷിക്കുന്നത് എന്ന്. 1000 രൂപ കൊടുത്ത്, ഇന്ന് അന്നത്തെ 1000 രൂപ 924 1000 രൂപ ഇന്ന് എത്രയോ കോടി രൂപയാണ്. ഗുരുദേവന്റെ വെല്ലൂർ മഠം സത്യാഗ്രഹ സമരത്തിന്റെ കേന്ദ്രമായി
സത്യാഗ്രഹികൾക്ക് താമസിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തു. ഭക്ഷണം പാകം ചെയ്യും സർവ്വതും. അവിടെ സ്വാമി സത്യവ്രതനും കോട്ടുകോയിക്കൽ വേലായുധനും KP കയ്യാലക്കലും CV കുഞ്ഞിരാമനും N കുമാരനും സഹോദരൻ അയ്യപ്പനും എല്ലാം ആ സമരത്തിന് നേതൃത്വം കൊടുത്തു. അതിന്റെ കൂട്ടത്തിലാണല്ലോ സവർണജാഥ. അത് ചെറുതായി കാണണ്ട. അപ്പോൾ സവർണജാഥ നമ്മൾ ചെറുതായി കാണണ്ട. സവർണജാഥ നടന്നു. മന്ദത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ നടന്നു. സവർണജാഥ അന്ന് ഗുരുവിനെ മന്ദത്ത് പത്മനാഭനൊക്കെ വലിയ നിലയിൽ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ഗുരുവിന്റെ മഹത്വം കണ്ടറിഞ്ഞിട്ടുള്ള ആളാണ്. പിന്നീടാണ് അദ്ദേഹം പറഞ്ഞ് പന്നി പറ്റ രാക്ഷസപ്പെടാം. ഈഴവരെ കുറിച്ച് പന്നി പറ്റ രാക്ഷസപ്പെടാ ഒരിക്കൽ മന്ദം പറഞ്ഞതാണ്. അപ്പൊ അതിന് ആർ ശങ്കർ ഒരു മറുപടി പറഞ്ഞു. എന്ത് രസകരമായ മറുപടിയാണെന്നറിയോ? ഒരു വീട്ടിൽ 10 എണ്ണം ഉണ്ടെങ്കിലും ഒരു തന്തയുടെ മക്കളാണ്. ചിലർക്കൊന്നും അച്ഛനാരാന്ന് പറയാൻ പറ്റില്ല എന്ന്. ഞാൻ അതിൻ്റെ അങ്ങ് ഡീപ്പായിട്ട് ഇറങ്ങിപ്പോകുന്നില്ല. ആ മറുപടി കേട്ടപ്പോൾ അവിടെ നിന്ന് ചാത്തൻ മന്ത്രിയായെടുത്ത് ഇനി ജീവിച്ചിട്ട് കാര്യമില്ലാന്ന്. ചാത്തൻ മാഷേ പുലയൻ മന്ത്രിയായപ്പോൾ അവരൊക്കെ നവോത്ഥാന നായകന്മാരാട്ടോ. ഇങ്ങനെയുള്ള ജാതി കുശുമ്പ് വെച്ച് പുലർത്തുന്ന ആളും നവോത്ഥാന നായകന്മാരാ. TK മാധവനും നവോത്ഥാന നായകനാണ്, സഹോദരൻ അയ്യപ്പനും നവോത്ഥാന നായകനാണ്. ഞാൻ പറഞ്ഞത് ഈ സവർണജാഥയൊക്കെ നടത്തിയപ്പോഴും ചിലർ പൂണൂലൊക്കെ ഇല്ലാതെ നടക്കുന്നുണ്ടെങ്കിലും പൂണൂൽ അകത്തുണ്ട് എന്ന് നാം അറിയണം. അപ്പം ഇതുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അവസാനം ഗുരു അവിടെ വന്ന് നാമം തൊപ്പിയും വെച്ച് ഖദരം ധരിച്ച് സത്യാഗ്രഹത്തിൽ പങ്കെടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, തൃപ്പാദങ്ങൾ ഇപ്പോൾ വേണ്ട, ആവശ്യമുള്ള സന്ദർഭത്തിൽ ഞങ്ങൾ ശിവഗിരിയിൽ വന്ന് തൃപ്പാദങ്ങളെ കൂട്ടിപ്പോന്നുകൊള്ളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമരത്തിന് ശിവഗിരിയിൽ ഭണ്ഡാരം വെച്ചു. ശിവഗിരിയിൽ സന്യാസിമാരെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടായി വീട് വീടാന്തരം കയറി പണപ്പിരിവ് നടത്തി എല്ലാം ചെയ്തത്, നേതൃത്വം കൊടുത്തത് സാക്ഷാൽ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവനാണ്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയാണ് മഹാത്മാഗാന്ധി വരുന്നത്. 1925 മാർച്ച് 12-ാം തീയതി മഹാത്മജി ഗുരുദേവനെ വന്ന് കാണുന്നത്. 1925 മാർച്ച് 12-ന് ടാഗോർ വരുന്നത് 22-നാണ്. മഹാത്മജി ശിവഗിരിയിലെത്തി. അപ്പോൾ അവിടെ വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. മഹാത്മജി വരുന്നത് കണക്കാക്കി അവിടെ AK ദാസിൻ്റെ കെട്ടിടം ഒഴിവാക്കിയിട്ട് അവിടെ മണൽ വിരിച്ച് ടാഗോർ വന്നപ്പോൾ ആനയും അമ്പാരിയായിട്ടാണ് സ്വീകരിച്ചത്. മഹാത്മജിയെ വലിയ നിലയിൽ സ്വീകരിച്ച് ഗുരുദേവൻ്റെ ശിഷ്യന്മാരുടെ ഒരാൾ ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ച് മഹാത്മജിയുമായി അന്ന് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മഹാത്മജി അന്ന് അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. ഗുരുദേവനുമായി സംസാരിച്ചു, പല കാര്യങ്ങളും സംസാരിച്ചു. അപ്പോൾ സത്യാഗ്രഹത്തെക്കുറിച്ച് ചോദിച്ചു, സത്യാഗ്രഹം ശരിയായ ദിശയിലാണോ? അപ്പോൾ പറഞ്ഞു സത്യാഗ്രഹം ശരിയായ ദിശയിലാണ് എന്ന് പറഞ്ഞു. കാര്യങ്ങളിങ്ങനെ വളരെ വളരെ ആഴത്തിൽ സംസാരിച്ചു പോയപ്പോൾ ഇതുകൊണ്ട് കാര്യം സാധിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഈ കാര്യസാധ്യത്തിന് മഹാത്മജി ഒരു ജന്മം കൂടി എടുക്കേണ്ടി വരും എന്നാണ്. അത് കഴിഞ്ഞ് മഹാത്മജി ആ കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞു. അവിടെ നിന്ന് പറയുന്ന ഒരു കാര്യം ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട്, പക്ഷെ ഒരു കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് വേറൊന്നുമല്ല, ജാതിഭേദം ഇല്ല എന്ന് അവിടെ നിന്ന് പറയുന്നു. പക്ഷേ ജാതിഭേദം ഉള്ളതാണ്. അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ജാതിഭേദം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, എൻ്റെ സൃഷ്ടിയാണെന്ന്. നമ്മളിപ്പോൾ ഈ രാമായണമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഗുരുദേവകൃതികളൊന്നും വായിച്ചില്ലെങ്കിൽ കർക്കിടക മാസത്തിലൊക്കെ രാമായണം നന്നായിട്ട് വായിക്കും. അത് ഈ മനോരമയും മാതൃഭൂമിയൊക്കെ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അവരാണല്ലോ നാലമ്പലത്തിൽ കൊണ്ടുപോക്ക്. ഞാനൊരിക്കൽ മനോരമക്കാരോട് ചോദിച്ചു, നിങ്ങൾ ഈ പരിമലയ്ക്ക് കൊണ്ടുപോകണില്ല, ഓമല്ലൂർ കൊണ്ടുപോകണില്ല, നിങ്ങൾ മലയാറ്റൂർ കൊണ്ടുപോകുന്നില്ല, എന്തോരം തീർത്ഥാടന കേന്ദ്രമുണ്ട്, ഈ ആളുകളെ മാത്രം ഈ നാലമ്പലത്തിൽ കൊണ്ടുപോകണം എന്തിനാണ്? ഏതായാലും ഒരു കാര്യം സംശയമില്ല, നമുക്ക് നന്നാവാനല്ല, നമ്മൾ നന്നാക്കാനല്ല നാലമ്പലത്തിൽ. അതുപോലെ തന്നെ ഓരോ കൊല്ലം എത്രമാത്രം കോപ്പികൾ അടിച്ച് വിടണേ. തുടങ്ങുന്നത് തന്നെ ഇപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണം തുടങ്ങുന്നത് തന്നെ ബ്രാഹ്മണൻ്റെ പാദത്തിലെ മണൽത്തരി, അത് നമ്മുടെ ഹൃദയത്തെ വിമലീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെ നമ്മളിരുന്ന് ഇങ്ങനെ പറഞ്ഞു ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിടാൻ ഭാർഗവനായി വന്ന് ഉദിച്ച രാമരാമ ഭാഗ്യം. പിന്നെ എന്ത് ചോമാർക്ക് അവിടെ കാര്യം? ഭൂമിയെല്ലാം ബ്രാഹ്മണർക്കാണ്. പിന്നെ നമ്മളിപ്പോഴും ഉണ്ട്, അത് മാറ്റിപ്പിടിക്കേണ്ട കാലം കഴിഞ്ഞ്. നമ്മൾ ഈ മരണാനന്തരക്രിയ എന്ന് ഭാരതഖണ്ഡേ ദക്ഷിണഭാഗേ
ഇത് പരശുരാമ നിർമ്മിതായോ കേരളഭവൻ. പരശുരാമൻ ഉണ്ടാക്കിയതാണ് കേരളം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വല്ല കാര്യമുണ്ട് അവിടെ. ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് നൽകുക അല്ല. അപ്പം ഈ അബദ്ധമൊക്കെ നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ചു കൊടുക്കുകയാണ്. ഗുരു പറഞ്ഞത് അതൊന്നും അല്ലത്. ഗുരു പറഞ്ഞത് അതൊന്നുമല്ല. ഇത് പരശുരാമൻ ഉണ്ടാക്കിയതാണ്. പരശുരാമൻ നമ്മുടെ ദൈവങ്ങളുടെ കാലത്താണെങ്കിൽ ഒന്ന് ചിന്തിച്ചു പോയാൽ, ഞാൻ ഒന്നാം തരം ദൈവവിശ്വാസിയാട്ടോ, തീർത്തും ദൈവവിശ്വാസിയാണ്. പക്ഷെ ഇത് പറയുമ്പോൾ നിഷേധം. നമ്മുടെ ദൈവങ്ങളുടെ കയ്യിലുള്ളിടത്തോളം ഈ ആയുധങ്ങൾ, കോടാലിയും വാക്കത്തിയും അതും ഇതും എല്ലാം കൂടി എന്തൂരമുള്ള എന്തൂരം. ഇത് ഗാന്ധിയോടെന്ന് സഹോദരനയ്യപ്പൻ ചോദിച്ചു, നിങ്ങളുടെ കൃഷ്ണൻ പരമ്പര കൊലയാളിയല്ലെന്ന് ചോദിച്ചു. മഹാത്മജി പറഞ്ഞ് നോൺസെൻസ് എന്ന് പറഞ്ഞു, അസംബന്ധം. ഉടനെ സഹോദരൻ ചോദിച്ചു, ഈ അക്രമമില്ലാത്ത ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് പറയാമെന്ന്. അപ്പോഴാണ് പതഞ്ജലി സൂത്രം എന്ന് പറഞ്ഞു. അത് ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ചാണ്. അതിലെല്ലാം ഉണ്ടിത്. പക്ഷേ ശുദ്ധനായ മഹാത്മജി ചാതുർവർണ്ണ്യം ഭഗവാന്റെ സൃഷ്ടിയാണ് എന്ന് ഗുരുദേവനോട് പറഞ്ഞു. സ്വാമി പറയുന്നതിൽ ഒരു കാര്യം ഒഴിച്ചല്ല എല്ലാത്തിനോടും എനിക്ക് യോജിപ്പുണ്ട്. പക്ഷെ അവിടെ നിന്ന് പറയുന്ന ഈ കാര്യത്തിൽ എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അർജുനന് സംശയം വന്ന് ചാതുർവർണ്ണ്യം നിലനിൽക്കില്ലാണ്. അപ്പോൾ ഭഗവാൻ അർജുനനെ സമാശ്വസിപ്പിക്കുന്നില്ല, അത് നിലനിൽക്കുമെന്നാണ്. അത് നിലനിൽക്കുമെന്നാണ്. അപ്പോൾ അവസാനം രണ്ടുപേരും ഒരു മാവിൻ്റെ ചുവട്ടിലിരുന്ന് തണലടച്ച് അവിടെ ഇരുന്നുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ മഹാത്മജി മാവിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മാവിലെ ഇലകൾ നോക്കിക്കേ, ചിലത് വിടർന്ന് വിലസി നിൽക്കുന്നു, ചിലത് ചുരുങ്ങി ശുഷ്കിച്ച് നിൽക്കുന്നു. ഒരേ മാവിൽ വ്യത്യസ്ത രൂപത്തിലാണ് ഇലകൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് മനുഷ്യരിൽ ജാതി ഭേദം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയും. സ്വാമി മന്ദസ്മിതം തൂകി, ചിരിച്ച് കളിപ്പിക്കാറില്ല, അട്ടഹസിക്കാന്ന് അറിഞ്ഞില്ല സ്വാമി. ഇത്രമാത്രം മാഹാത്മ്യമുള്ള ഹൃദയ വിശുദ്ധിയുള്ള ത്യാഗിയായ മഹാത്മജിക്ക് പോലും സത്യത്തിൻ്റെ സത്ത കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് ഗുരുദേവൻ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കും. മന്ദസ്മിതം തൂകിക്കൊണ്ട് സ്വാമി പറഞ്ഞു, ആ വ്യത്യസ്തങ്ങളും തോന്നുന്ന ഇലകളുടെ ചാറെടുത്ത് രുചിച്ചു നോക്കിയാൽ ഒരേ രുചിയായിരിക്കുമെന്നാണ്. ഒരേ രുചിയായിരിക്കും. കാഴ്ചയിൽ ചിലത് വിളർന്ന് വിലസി നിൽക്കുന്നുണ്ട്, ചിലത് ചുരുങ്ങി ശുഷ്കിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഇലകളിലെല്ലാം ചാറെടുത്ത് രുചിച്ചു നോക്കിയാൽ ഒരേ രുചിയായിരിക്കും. അതുപോലെയാണ് മനുഷ്യരിൽ ജാതി ഭേദമുണ്ട് എന്നുള്ളത് ഒരു ഭ്രമം മാത്രമാണ്. മനുഷ്യൻ ഒരു ജാതിയാണ്, മനുഷ്യാണ് മനുഷ്യത്വം ജാതിഗോത്രം. ആ പദ്യം ഒരു പോലെ ജനിക്കുന്നതെല്ലാം അത് മനുഷ്യൻ അവർ ജനിക്കുന്നത് ഒരു രൂപത്തിലാണ്, അതൊരു ജാതിയാണ്. ഗുരു ജാതി നിർണയമൊന്നും ജാതി ലക്ഷണമെന്നൊക്കെ കൃതി എഴുതിയിട്ടുള്ളത് നിങ്ങൾ പ്രതാപ മാഷിയുടെ പല സന്ദർഭത്തിലൊക്കെ അദ്ദേഹം ആ കാര്യത്തിൽ അവഗാഹം സിദ്ധിച്ചിട്ടുള്ളൊരു മഹാത്മാവാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതിലേക്കൊന്നും കിടക്കാൻ ഞാനാളല്ല. അപ്പോൾ മഹാത്മജി അന്ന് അവിടെ താമസിക്കണമെന്ന് തോന്നി. ശിവഗിരിയിൽ അന്ന് താമസിച്ചു പോയി. എല്ലാ തിരക്കിട്ട പരിപാടികളുമായി വന്നതാണ് മഹാത്മജി. പക്ഷെ അന്ന് അവിടെ താമസിക്കണമെന്ന് തോന്നി. രാത്രി അവിടെ കഴിഞ്ഞു. അപ്പോൾ അവിടെ മഹാത്മജി ഈ കുട്ടികൾ അവിടെ ദൈവദശകം ചൊല്ലി, ദൈവദശകത്തിൻ്റെ അർത്ഥം മഹാത്മജിക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചൊല്ലിയത് പറയ കുട്ടികളാണ്. അപ്പോൾ മഹാത്മജിക്ക് എന്തെന്നില്ലാത്ത ഒരു സംതൃപ്തി തോന്നി. ഇവിടെ ജാതിഭേദമില്ലാതെ ഗുരു പറയുന്നത് കർമ്മപദത്തിൽ എത്തിക്കുന്ന പുണ്യമായ പവിത്രമായ സങ്കേതമാണിത് ശിവഗിരി എന്ന് മനസ്സിലായി. മഹാത്മജി അടുത്ത ദിവസം യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെടുമ്പോൾ ഒരു ചെറു പ്രസംഗം നടത്തി. തിരുവിതാംകൂറിൽ വരാനും വർക്കലയിലെ പുണ്യാശ്രമത്തിൽ സ്വാമിയോടൊന്നിച്ച് താമസിക്കാനും കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ പരമഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. പക്ഷെ സ്വാമി പറയുന്ന ഒരു കാര്യത്തോട് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ജാതിഭേദം ഉണ്ട്. ഏത് ഗുരുദേവരുമായി സംവദിച്ച് ഒരു രാത്രി കഴിഞ്ഞ മഹാത്മജി, അത് മഹാത്മജിയുടെ കുറ്റമല്ല, മഹത്വമാണത്. മഹാത്മജി ദൃഢചിത്രനാണ്. നമ്മളങ്ങനെ ചില ആളെ കണ്ടിട്ടില്ലേ, അത് ശരി ഇതും ശരി. നമുക്ക് അവസാനം തോന്നും ഈ എല്ലാം കൂടെ കണ്ട് ഇവൻ ആണാണോ പെണ്ണാണോ എന്ന് തോന്നും, രണ്ടും കെട്ടവനാണെന്ന് തോന്നും. കാരണം എന്താ വെച്ചാൽ എല്ലാം ശരി. പക്ഷെ മഹാത്മജി അതല്ല. മഹാത്മജി ദൃഢമായി വിശ്വസിച്ചിരുന്നത് ഭഗവാൻ ജാതിഭേദമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ചാതുർവർണ്ണ്യം എൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. ചാതുർവർണ്ണ്യം ഭഗവാന്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് ജാതിഭേദമുണ്ട് എന്ന്. പക്ഷേ കാലാന്തരത്തിൽ മഹാത്മജി പറഞ്ഞു 935 പശ്ചിമ ബംഗാളിൽ ഒരു
ഗ്രൗണ്ടിൽ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ ഒരു മഹാസമ്മേളനത്തിൽ മഹാത്മജി പറഞ്ഞു, നാം ഭാരതാംബയുടെ മക്കളാണ്, നാം ഭാരതാംബയുടെ മക്കളാണ്, നമ്മിൽ ജാതി ഭേദമില്ല എന്ന് പറഞ്ഞു. ആളിങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിന്ന്. കാരണം ഗുരുദേവൻ പറഞ്ഞിട്ട് മഹാത്മാഗാന്ധിക്ക് മനസ്സിലായില്ല. പിന്നെ മഹാത്മാഗാന്ധി പറഞ്ഞ നിരക്ഷര കുക്ഷികളായ സാധാരണക്കാരന് മനസ്സിലാവും. അപ്പോഴാണ് മഹാത്മജി ഗുരുദേവന്റെ കൃപാവരം പോലെ ആ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് നിന്ന് മാവിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദാ ഈ മാവിലുണ്ടായിട്ടുള്ള ഇലകൾ പലതും പലതുപോലെ നിൽക്കുന്നു, പക്ഷേ അതിൻ്റെ ചാറെടുത്ത് രുചിച്ചു നോക്കിയാൽ ഒരേ രുചിയായിരിക്കും എന്ന് പറഞ്ഞു. ആരാണ് മഹാത്മജിയെ ജാതിഭേദം ഇല്ലാന്ന് പഠിപ്പിച്ചത്? ആരാണ് മഹാത്മജിയെ ജാതിഭേദം ഇല്ലാന്ന് പഠിപ്പിച്ചത്? എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? ഗുരുദേവനാണ്. ഗുരുദേവനാണ് മഹാത്മജിയെ ചിന്താഗതിയെ മാറ്റിമറിച്ചത്. മഹാത്മജി അവസാനം ഇതിനൊക്കെ മഹാത്മജിയുടെ മനസ്സിൽ ഇതിങ്ങനെ കിടന്ന് ഈ എന്താ പറയുന്നത്, നിരവധി വർഷക്കാലം സ്ഫുടം ചെയ്തിട്ടാണ് അവസാനം 10 കൊല്ലം കഴിയുമ്പോൾ മഹാത്മജി പറയുന്നത് ജാതി ഭേദം ഇല്ല എന്ന്. ഇത് കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച ഒരു മഹാത്മാവാണ് ഈ ലോകമാദരിക്കുന്ന മഹാത്മജിയോട് ഒരു മന്ത്രം പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് എന്ന് നാം അറിയണം. നമുക്ക് ഒരു കാര്യം, ഇപ്പം അംബേദ്കർ, ഗുരുദേവൻ സശരീരനായിരുന്ന കാലത്ത് അംബേദ്കർ ഇവിടെ വന്നില്ല. അതെന്തോ നമുക്കറിയില്ല. അന്ന് നമ്മുടെ ആളുകളത് ചെയ്യേണ്ടതായിരുന്നു. അംബേദ്കറും ഗുരുദേവനുമായിട്ടുള്ളൊരു സമാഗമം ആവശ്യമായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഗുരുദേവന്റെ സന്ദേശങ്ങൾ വലിയ സ്വാധീനം അംബേദ്കറിൽ ചെലുത്തിയിരുന്നു. അംബേദ്കർ 936 ശിവഗിരിയിൽ വന്നു. 936 അംബേദ്കർ കായിക്കരയിൽ പോയി. പാണാവള്ളിയിൽ യശ്വന്ത് എന്ന് പറയുന്ന അംബേദ്കറിന്റെ മകനെ രോഗം വന്ന് ചികിത്സിക്കാൻ വേണ്ടി നമ്മുടെ ചേർത്തലയിൽ പാണാവള്ളി കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ 1 കൊല്ലക്കാലം ആ മകനെ ചികിത്സിച്ചു. അപ്പോൾ അംബേദ്കറോട് പാണാവള്ളി കൃഷ്ണൻ വൈദ്യര് വൈദ്യത്തെക്കുറിച്ചും സാമൂഹ്യ പരിവർത്തനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ വഴിയും വഴികാട്ടിയും പരമഗുരുവും പരദൈവവും ശ്രീനാരായണ ഗുരുദേവനാണെന്ന് പാണാവള്ളി കൃഷ്ണൻ വൈദ്യർ പറഞ്ഞു. ഗുരുദേവന്റെ മഹിമാതിരേകത്തെക്കുറിച്ച് പറഞ്ഞു, ഗുരുദേവന്റെ തത്വദർശനത്തെക്കുറിച്ച് പറഞ്ഞു, ഗുരുദേവന്റെ കർമ്മകാണ്ഡത്തെക്കുറിച്ച് പറഞ്ഞു. അംബേദ്കറിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തിയത്, വലിയ സ്വാധീനം അംബേദ്കറിൽ ചെലുത്തി. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് എഴുതിയ ഒരു കവിയുണ്ടായിരുന്നു ഇവിടെ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവന്റെ വത്സല ശിഷ്യനായ കുമാരമഹാകവി കുമാരൻ ആശാൻ. അപ്പോഴാണ് അദ്ദേഹത്തിന് കായിക്കര വിസിറ്റ് ചെയ്യണമെന്ന് തോന്നിയത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ദാഹിച്ച് സ്വാതന്ത്ര്യത്തിന്റെ വഴിവെട്ടി തുറക്കാൻ വേണ്ടി ജീവിതം ഹോമിച്ച മഹാനായ അംബേദ്കർ അങ്ങനെ കായിക്കരയിൽ ചെന്നു, ആശാനെക്കുറിച്ച് അന്വേഷിച്ചു. വർക്കലയിൽ ചെന്നു, ഗുരുദേവനെക്കുറിച്ച് അന്വേഷിച്ചു. അകം നിറയെ ഗുരുദേവന്റെ സന്ദേശത്തിന്റെ വെളിച്ചവും പേറിയാണ് അംബേദ്കർ തിരിച്ചുപോയത്. അങ്ങനെയാണ് ഭരണഘടനയിൽ ഈ സാമൂഹ്യനീതിയെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എല്ലാമുള്ള ഈ അംബേദ്കറിന്റെ ചിന്തകൾക്ക് കൂടുതൽ വൈപുല്യം നൽകിയതും ആഴവും പരപ്പും നൽകിയതും വിശുദ്ധി നൽകിയതും എന്ന് നമുക്ക് അറിയാൻ കഴിയണം. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് പറ്റിപ്പോയൊരു അബദ്ധം. അപ്പോൾ മഹാത്മജിയുടെ ചലിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ രമണ മഹർഷിയുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും, സിനിമ പോലെ. പക്ഷെ നമ്മുടെ ഗുരുവിൻ്റെ നമുക്ക് കാണാൻ കഴിയും. ഒരു സന്ദർഭത്തിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ സ്വാമി ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി വേണ്ടത് ശബ്ദമല്ലേ രേഖപ്പെടുത്തേണ്ടത് എന്ന്. മോശക്കാരായിരുന്നു നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്, പൽപ്പും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സഹോദരനെ പോലെ പ്രഗത്ഭമതികൾ, മിതവാദി കൃഷ്ണനെ പോലെയും അങ്ങനെയുള്ള സി കേശവനെ പോലെയും അതുപോലെ തന്നെ വലിയ യോഗിമാരിൽ എത്രയോ പ്രഗത്ഭരുണ്ടായിരുന്നു. എന്തുകൊണ്ട്? അവർ മനഃപൂർവ്വമായി സംഭവിച്ചതല്ല. പക്ഷേ ഗുരുദേവന്റെ അത്തരം കാര്യങ്ങൾ നമുക്ക് കൺമുന്നിൽ ഇന്നുണ്ടായിരുന്നെങ്കിൽ തലമുറകൾ ഇന്ന് ഇരുട്ടിൽ വരില്ലായിരുന്നു എന്നുള്ളത് വളരെ വലിയ വസ്തുതയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക്
പണ്ടാരാണ്ട് ഉപന്യാസം എഴുതാൻ പറഞ്ഞപ്പോൾ പശുവിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ കൊച്ച് എഴുതി കാലത്തെ അമ്മ പശുവിനെ അഴിച്ച് തൊഴുത്തിൽ നിന്ന് അഴിച്ച് തെങ്ങ കെട്ടും, പിന്നെ തെങ്ങിനെ കുറിച്ച് എഴുതിയ കൽപ്പവൃക്ഷമാണ്, തേങ്ങ കിട്ടും, മടല് കിട്ടും, കോഞ്ഞാട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവൻ ഇത് പറയാ ഗുരുദേവ എന്നെ സന്ദർശിച്ച മഹത്തുക്കളുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ മനസ്സിൽ ഒത്തിരി കാര്യം പറയാനുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ പറയാനും പറ്റണില്ല. ഇപ്പോൾ പറയാൻ കഴിയാണ്ട് മനസ്സ് വിങ്ങുകയും തിങ്ങുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യാം. കാരണം നമ്മളിപ്പോൾ സഹോദരൻ പറഞ്ഞു, ഞാൻ എൻ്റെ സമുദായത്തിലൂടെയാണ് എൻ്റെ ദേശത്തെ സേവിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഈഴവവാദിയല്ല, പക്ഷെ എൻ്റെ സമുദായത്തിന് വേണ്ടി വാദിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്, ഈഴവ സമുദായത്തിന്. പക്ഷേ എല്ലാ സമുദായങ്ങൾക്കും തുല്യനീതി, ഈഴവന് കിട്ടുന്ന നീതി പുലയന് കിട്ടണം, പുലയന് കിട്ടുന്ന നീതി നായർക്ക് കിട്ടണം, നായർക്ക് കിട്ടണ നീതി നമ്പൂതിരിക്ക് കിട്ടണം. എൻ്റെ സമുദായത്തെക്കുറിച്ച് ഞാൻ കൂടെ പറഞ്ഞില്ല, വേറെ ആരെ പറയാനുള്ളത്? അതുകൊണ്ട് കൂടുതൽ ആൾ പറയാനില്ല. അതുകൊണ്ട് എൻ്റെ സമുദായത്തിൻ്റെ കാര്യം ഞാൻ പറയും. സഹോദരൻ പറഞ്ഞപ്പോൾ ജാതി മാറി ഭരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ സമുദായവാദി ജാതി പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ സമുദായം പാതാളത്തിൽ കിടക്കുന്ന കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ച് ദേശസേവനത്തിനിറങ്ങാൻ എനിക്ക് മനസ്സില്ല. ഞാൻ എൻ്റെ സമുദായത്തെയും ഉദ്ധരിച്ച് അവരുമായി ദേശസേവനത്തിന് വരാമെന്ന് പറഞ്ഞു. എത്ര വലിയ കാഴ്ചപ്പാടാത്! എൻ്റെ സമുദായത്തെയും രക്ഷിച്ചുകൊണ്ട് അവരുമായിട്ട് ദേശസേവനത്തിനെത്താം. കുമാരനാശാൻ പറഞ്ഞു, എന്തിനേ സ്വരാജ്യം. കുമാരനാശാനെ കുറിച്ച് പലരും പറയണ എന്താ, സ്വാതന്ത്ര്യ സമരത്തിന് ഓശാന പാടിയില്ല എന്ന്, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് കവിതകൾ എഴുതിയില്ല എന്ന്. ആശാൻ ചോദിച്ചത് എന്താണെന്നറിയോ? ഇന്നും വളരെ പ്രസക്തമാണ്. ആശാൻ ചോദിച്ച്, ഞങ്ങൾക്കൊരിടത്തും പതിത്തം കൽപ്പിക്കാത്ത, ഞങ്ങൾക്ക് അതിർ വരമ്പ് വേലി കെട്ടി അടയ്ക്കാത്ത, ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കാത്ത ബ്രിട്ടീഷുകാർക്ക് അല്പാന്തകാലം ഇവിടെ ഭരിക്കണമെന്നല്ല, ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും വിലക്ക് കൽപ്പിക്കാത്ത ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് ആയിട്ടിപ്പായിച്ചിട്ട് ഞങ്ങളെ എല്ലാ രംഗത്തും തടഞ്ഞു നിർത്തുന്ന ഈ രാഷ്ട്രീയ വരേണ്യവർഗത്തിന് ഭരണം ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്തിനാണ് സ്വരാജ്യം എന്നാ ചോദിച്ചത്. ഇന്ന് വളരെ പ്രസക്തമല്ലേ? ഇന്ന് ആരാ ഭരിക്കണേ? ഇന്ന് ഭരിക്കണേ? സൂക്ഷ്മമായി പഠിക്കാന്നിട്ടില്ല. നമ്മുടെ പാവപ്പെട്ടവന്റെ ചിന്ത എന്താ? ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലുള്ള രക്ഷിതാക്കളുടെ എന്താ 10ാം ക്ലാസ് പാസ്സായ ഒരു ജോലി കിട്ടിയാൽ മതി എന്നാ. അവർക്കറിയില്ല അതിൻ്റെ മുകളിൽ ഒത്തിരി ജോലി ഉണ്ടെന്ന്. 10-50,000 പോലീസ് കോൺസ്റ്റബിൾമാർ സല്യൂട്ട് കൊടുക്കുന്ന ഒരു SP-യും IG-യും DIG-യും DGP-യൊക്കെ ഇവിടെ ഉണ്ടെന്ന്. ഈ ഉന്നതമായ ഉദ്യോഗങ്ങളിലേക്ക് എത്ര പേര് കടന്നു വരാൻ കഴിയുന്നു എന്നുള്ളത് അറിയണം. അതാണ് സഹോദരൻ പറഞ്ഞത്, അഞ്ചലശിപ്പായിയുടെയിലും അരക്കഴഞ്ച് അധികാരമുണ്ടെന്ന്. അഞ്ചലശിപ്പായിയുടെയിലും അരക്കഴഞ്ച് അധികാരമുണ്ട്. സംവരണം എന്ന് പറയുന്നത് പ്രാതിനിധ്യത്തിന്റെ പ്രശ്നമാണ്, സാമൂഹ്യനീതിയുടെ പ്രശ്നമാണ്, തൊഴിലില്ലായ്മയുടെ പ്രശ്നമല്ല. വരേണ്യവർഗത്തിൽപ്പെട്ടവർക്ക് നമ്പൂതിരിക്ക് തൊഴിലില്ലാതുണ്ടെങ്കിൽ സർക്കാർ പണം കൊടുത്ത് ലോൺ കൊടുത്തോ എന്തെങ്കിലും ചെയ്തു വീട് പണിത് കൊടുത്തോ. പക്ഷേ ഉദ്യോഗങ്ങൾ എന്ന് പറയുന്നത് അത് സാമൂഹ്യനീതിയുടെ പ്രശ്നമാണ്, അത് പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നമാണ്. എല്ലാ സമുദായങ്ങൾക്കും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം വേണം എന്നാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പം എല്ലാവരും പറയേണ്ടി വന്നിരിക്കുക. എന്താണ്? ജാതി സെൻസസ്. ഞാൻ പത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, ജാതി സെൻസസിന് എനിക്കത് അപ്പോൾ വലിയ വാദകം. ഞങ്ങളൊക്കെ രാത്രിയും പകലും കുറേ സമരം ഇതിനകത്ത് ചെയ്തു കേട്ടോ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് നടയിലും അവിടെ ഇവിടെയൊക്കെ കുറേ ചെയ്യാൻ കഴിയുന്ന ചെയ്യണമല്ലോ. അപ്പോൾ ഒരാൾ ഒരു വലിയ ഈഴവ പ്രേമി പറയും, ഇനി അതിൻ്റെ കുറ്റമുള്ളൂ. എനിക്ക് അടുത്ത് വല്ല കൊട്ടോടി കിടപ്പുണ്ടായിരുന്നു, ഒരടി കൊടുത്തേനെ തലക്കിട്ടെ. കാരണം എന്താ ഈ പറയണത്? നമ്മൾ തലയെണ്ണി ഈഴവൻ എവിടെ നിൽക്കുന്നു, അവനെത്ര ഭൂസ്വത്തുണ്ട്, അവൻ്റെ വീടെങ്ങനെ, അവൻ്റെ വിദ്യാഭ്യാസം എങ്ങനെ, അവൻ്റെ ഭരണത്തിൽ അവൻ്റെ പങ്കാളിത്തം എന്ത്, ഇത് കൃത്യമായി കണ്ടുപിടിക്കണം. ഇതല്ലാതെ ജനസംഖ്യയിൽ ന്യൂനപക്ഷം വരുന്ന വരേണ്യവർഗക്കാർ കൽപ്പാന്തകാലം അധികാരം കൈയടക്കി കുത്തകയായി അനുഭവിച്ചു വരുന്ന ഈ അവസ്ഥയ്ക്ക് വിരാമമിടണം. അതിന് രോഗം അറിഞ്ഞിട്ടില്ല ചികിത്സിക്കാൻ പറ്റും. നമ്മൾ ആശുപത്രി ചെന്നാൽ എന്ത് ചെയ്യും? ഒന്ന് വീണാ പറയും, എക്സ്റേ എടുത്തോളാൻ പറയും, കണ്ടുപിടിക്കാനാ. സ്കാൻ ചെയ്യാൻ പറയും, കണ്ടുപിടിക്കാനാ. അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സാമൂഹ്യ സ്ഥിതിയുടെ ഒരു സ്കാനിങ് ആണ് ജാതി സെൻസസ്. ഇപ്പം മറ്റേ വീണ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ എക്സസൈസ് ചെയ്തതാന്ന് പറഞ്ഞു. വീണതാ, പക്ഷെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു ഇത് വീണൊന്നുമല്ല, എക്സസൈസ് ചെയ്തത് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഭരിക്കുന്നവർ
നിവൃത്തിയില്ലാതെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ് അത്രത്തോളം വന്നിരിക്കുക. അവിടെ ഒരു പടി നമ്മൾ വിജയിച്ചിരിക്കുന്നു. ജാതി സെൻസസ് നടപ്പാക്കി കഴിയുമ്പോൾ അറിയാൻ കഴിയും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെയാണ് എന്നുള്ള പരമമായ സത്യം നമുക്കറിയാൻ കഴിയും. അപ്പോൾ അതറിഞ്ഞിട്ട് വിഭവരാശി, സഹോദരൻ പറഞ്ഞില്ലേ, വിഭവരാശി ഭൗകരാശി മനുജരൊപ്പം ഉണ്ണണം, അതിനു വേണ്ടി നവനവങ്ങൾ മുറകൾ നമ്മൾ തീർക്കണം എന്നാണ് സഹോദരൻ പറഞ്ഞത്. സ്വന്തം ശക്തി കൊണ്ടല്ലാതെ അന്യരുടെ ദൈവനാൽ വന്നിടില്ല അവകാശ സിദ്ധിയാർക്കുമേ വരുമെന്ന് വല്ല ധാരണയുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും നമ്മുടെ ദുരിതസ്ഥിതി, ഇപ്പോൾ ഈടവരുടെ ദുരിതസ്ഥിതി ഇതാണെന്ന് മനസ്സിലാക്കി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരുമെന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിതാന്ത ജാഗ്രത പുലർത്തും. ഗുരുദേവൻ്റെ അനുയായികൾ എന്ന് ഊറ്റം കൊള്ളുന്ന നമ്മൾ, എന്നാലും ഒരു കാര്യം സത്യ, ഞാൻ ഇപ്രാവശ്യം തീർത്തും അവസാനിപ്പിക്കുക. പലപ്പോഴും പറഞ്ഞു പറ്റിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇപ്രാവശ്യം ഞാനൊരു ദിവസം ട്രെയിനിൽ ഇങ്ങ് പോരുക. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച മുളന്തുരുത്തിൽ നിന്ന് ട്രെയിനിൽ എറണാകുളത്ത് സൗത്തിലേക്ക് പോരുക. അപ്പോൾ ഈ LIC ഏജൻ്റ് ഒരുത്തനുണ്ട്, അംബുജാക്ഷൻ എന്ന പേര്, പാവൻ ശാലിയ സമുദായങ്ക, എന്നോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ്. ഈ അംബുജാക്ഷൻ നിന്നൊരു മഹാകാര്യം ചോദിക്കുന്ന കൂട്ടത്തിൽ ഈ ട്രെയിനിൽ നിന്ന് എന്നോട് ചോദിച്ചു, ചേട്ടാ ഈ ശ്രീനാരായണ ഗുരുദേവൻ സമാധി അടയുമെന്ന് പറഞ്ഞിട്ട് സമാധി അടയുമെന്ന് പറഞ്ഞ സമയത്ത് സമാധി അടയാതെ വന്നപ്പോൾ തേങ്ങക്കിടിച്ചാണ് അവസാനം മരിച്ചതെന്ന് പറഞ്ഞത് വല്ല ശരിയാണെന്ന്. പാവം ഒന്നും അറിയാതെ ശുദ്ധഗതിക്ക് ചോദിച്ച ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ കമ്പാർട്ട്മെൻറ്റിലിരുന്ന് ഏതാണ്ട് 75% ചുവന്മാരാ, ശുദ്ധ ചുവന്മാരും. തുടങ്ങി നിന്നെ എന്ത് പറയാത്തത് അറിയില്ല. അവനെ തന്തയ്ക്ക് വിളിച്ചു, അച്ഛന് വിളിച്ചു, അമ്മയ്ക്ക് വിളിച്ചു, അറിയാവുന്ന വിധത്തിൽ എല്ലാവരും. അപ്പം ഇവൻ എൻ്റെ പുറകിലേക്ക് കയറി നിന്ന്, ഞാൻ നിൽക്കുകയായിരുന്നു, എൻ്റെ പുറകിലേക്ക് കയറി നിന്ന്, ചേട്ടാ എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അവൻ ചോദിച്ച ചോദ്യം, ഇവൻ്റെ പേര് അംബുജാക്ഷൻ, എനിക്കറിയാം, അവൻ നിരുപദ്രവിയാണ്, അവനൊരു ജിജ്ഞാസുവാണ്, അവൻ കേട്ടിട്ടുണ്ട്. ഇവൻ ആദ്യമായിട്ട് പറയുന്നതല്ല, ഗുരുദേവനെ അപകീർത്തിച്ച് ആദ്യമായിട്ട് ഇവൻ പറയണതാണോ? നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ ജാതി കുശുംബന്മാർ പറഞ്ഞുണ്ടാക്കിയതാണ്. പക്ഷേ അംബുജാക്ഷനോടൊന്ന് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് സ്വാമി സമാധി അടഞ്ഞത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരാൾക്കും അറിയാൻ മേല. അവസാനം എനിക്കൊരു മേലങ്കി ഉണ്ടല്ലോ, ഞാൻ ഇപ്പോഴത്തെ ചിലർ പറയുന്നത് പോലെ, ഇപ്പം പറഞ്ഞാൽ അങ്ങനെയാണ്, ജൂണിയൻ സെക്രട്ടറി എന്നത്. ജൂണിയൻ സെക്രട്ടറി, നിങ്ങളിപ്പോൾ ജൂണിയനിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. ഞങ്ങളുടെ കാലത്ത് അതല്ല, യൂണിയൻ സെക്രട്ടറിയാണ്. ജൽ സെക്രട്ടറി അല്ല, ഞങ്ങളുടെ കാലത്ത് ജനറൽ സെക്രട്ടറിയാണ്. അപ്പം എനിക്കും ഇങ്ങനെ ഒരു മേലങ്കി ഉണ്ടായിരുന്നല്ലോ, യൂണിയൻ സെക്രട്ടറി. ഞാൻ പറഞ്ഞു, ഞാൻ PB റാങ്ക്, കുറേ പേർക്കറിയാം, ഞാൻ SNDP യോഗത്തിൻ്റെ കണയന്നൂർ യൂണിയൻ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഒന്ന് പിടിച്ച് നിൽക്കാനിടയായി, ഇല്ലെങ്കിൽ എന്നെയും കൂടെ തല്ലിയാനെ അവർ. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, ഗുരുദേവൻ രോഗഗ്രസ്തനായി ശൗര്യാവലംബിയായി. അങ്ങനെ അന്ന് മലയാള മനോരമ പത്രം തന്നെ ദിവസവും ഗുരുദേവൻ്റെ രോഗവിവരം പ്രസിദ്ധീകരിച്ചു. ഗുരുദേവൻ തമിഴ്നാട്ടിൽ ചികിത്സയിലുണ്ടായിരുന്നപ്പോൾ 2 ലേഖകന്മാരെ വെച്ച് അവർ പ്രസിദ്ധീകരിച്ച് ഗുരുദേവൻ്റെ രോഗം മൂർച്ഛിച്ചു എന്ന് പറഞ്ഞ് അന്തിപത്രം വൈകുന്നേരം പത്രം ഇറക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഗുരുദേവൻ്റെ അവസാനം ഞാനിങ്ങനെ ദൈവദശകം ചൊല്ലിയതും എല്ലാം പറഞ്ഞുകൊണ്ട്, അപ്പോൾ സാനുമാഷ് എഴുതി എൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ചിട്ടുള്ള തേജോ പുഞ്ചൊന്നും കോമളകളയപരമൊന്നും തനി തങ്കത്തിൽ കടഞ്ഞ എടുത്താന്നൊക്കെ പറഞ്ഞ് മാഷ് പരമഭക്തനാണ് മാഷ് ഗുരുവിൻ്റെ മാഷ് അച്ഛൻ പറഞ്ഞ് മാഷ്ക്കറിയാം. തുമ്പോളിയിലെ മാഷ് വീട്ടിൽ ഗുരുദേവൻ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ മുറ്റത്തിരിക്കും, കസേരയിൽ മുറ്റത്തിരിക്കുമ്പോൾ ഈ പടിഞ്ഞാറൻ കാറ്റ് വന്ന് ഗുരുദേവൻ പുതച്ചിരിക്കുന്ന വസ്ത്രം ഇങ്ങനെ കാറ്റത്തിങ്ങനെ മാറിപ്പോവും. അപ്പോൾ അച്ഛൻ ഇത് മാഷോട് പറഞ്ഞു, ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നതുമല്ല സ്വാമിയുടെ ഇത് രൂപം, തനി തങ്കത്തിൽ കടഞ്ഞെടുത്തത് പോലെയാണ് എന്ന് പറയും. അതാണ് സാനുമാഷ് തങ്കത്തിൽ കടഞ്ഞെടുത്ത കോമളകളേപരം എന്ന് എഴുതാൻ കാരണം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇങ്ങനെ 3:30 മണിയായപ്പോൾ, കന്നിമാസം 5-ാം തീയതി 3:30 മണിയായപ്പോൾ സ്വാമി സമാധി അടഞ്ഞു. സ്വാമിയുടെ വൈബല്യത്തിൽ, സ്വാമിയുടെ കീർത്തിയിൽ, അവിടുത്തെ യശോധാവല്യത്തിലെല്ലാം കുശുമ്പുണ്ടായിരുന്ന ചില ആളിങ്ങനെ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ അംബുജാക്ഷനെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞു. അവസാനം ആളുടെ സംഭവിച്ചു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ചോമാർക്ക് ഗുരു ഒരു വികാര. ഗുരു എന്ന് പറഞ്ഞാണ്ടല്ലോ ഭയങ്കര കാര്യം, പക്ഷെ പറഞ്ഞനുസരിക്കില്ല. ഗുരു പറഞ്ഞതനുസരിക്കില്ല. അനുസരിച്ചെങ്കിലുള്ള സ്ഥിതി എന്താ? എല്ലാവരും രക്ഷപ്പെട്ടു പോയില്ലേ? മക്കളും രക്ഷപ്പെടും. നമ്മളനുസരിച്ച് നമ്മുടെ മക്കളും രക്ഷപ്പെടും. അല്ലാണ്ട് വ്യാകുലപ്പെട്ടിട്ട് അങ്ങേ വീട്ടിൽ കൊച്ചിരുന്ന് നന്നായിട്ട് പഠിക്കണുണ്ട്, ദുഷ്ട ദുർമര ദുരാഞ്ചര ഭയങ്കര, നിനക്ക് എന്തിൻ്റെ കുറവാടാ
എന്ന് ചോദിച്ചു. നമ്മൾ പഠിച്ച കാലത്ത് പുസ്തകമില്ലായിരുന്നു, വസ്ത്രമില്ലായിരുന്നു, ഭക്ഷണമില്ലായിരുന്നു, എല്ലാം കൊടുത്തു. അന്ന് കുട പിടിക്കാനില്ലായിരുന്നു, അന്ന് മറ്റേ ഇല ഇല്ലെങ്കിൽ ചേമ്പല കൊണ്ടാണ് പോയത്. നിനക്കെല്ലാം മേടിച്ചു തന്നു, 3 മടക്കണ കുടയും 2 മടക്കണ കുടയും എല്ലാം മേടിച്ചു തന്നിട്ട് നീ ദുഷ്ട, എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്നിത്. പഠിക്കണമെങ്കിൽ വേറെ കാര്യം വേണം. വേറെ കാര്യം ഇപ്പം നമ്മൾ ഈ നമ്മുടെ യൂണിയൻ അല്ല സേവാസംഘ യൂണിയനെ വരുള്ളൂ. ഒത്തിരി കാലം പറഞ്ഞതല്ലേ, യൂണിയനെ വരുള്ളൂ. അപ്പോൾ സേവാസംഘത്തിൽ നമ്മൾ കുട്ടികളുടെ ക്ലാസ് വെച്ചു. ഒരു IAS റാങ്ക് കിട്ടിയ ഒരു കുട്ടിയെ നമ്മൾ ആദ്യം അനഘ എന്ന് പറഞ്ഞ കുട്ടിയെ വിളിച്ച് അവർക്ക് ഒരു സ്വീകരണം കൊടുത്തു. കുട്ടികളുടെ ക്ലാസ്സും വെച്ചു, കരിയർ ഗൈഡൻസ് ക്ലാസ്. അപ്പോൾ അന്ന് കുട്ടികളോട് ചോദിച്ചു, അനഘ ചേച്ചിയോട് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാൻ പോകും. ഒരു കൊച്ചും ചോദിച്ചില്ല. പക്ഷേ നമ്മൾ കരിയർ ഗൈഡൻസ് ക്ലാസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്, കൗൺസിലിംഗ് ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ 8 ക്ലാസ്സും കഴിഞ്ഞു. 8 ക്ലാസ് കഴിഞ്ഞ് ഞാൻ കാലത്ത് കയറി എന്നെ പേടിച്ചിട്ടാണ്. ഇച്ചിരി ഇല്ലാത്ത സാധനങ്ങളൊക്കെ, ഇച്ചിരി ഇല്ലാത്ത കൊച്ചു പിള്ളേരൊക്കെ എന്ന് പറയുന്നത് അവർ കുന്നോളം സ്വപ്നങ്ങൾ കാണുന്നവരാണ്. അപ്പടി സംശയം. ആ സംശയം പറയണമെങ്കിൽ ഞാൻ വേറെ വല്ല മാർഗം അവലംബിക്കണം. എന്നെ ഒരു ദിവസം വിവാഹാനന്തര പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ പറഞ്ഞു, കണ്ണീരാറ്റിൽ തോണി പോലെയാണ് എൻ്റെ ജീവിതമെന്ന്. അപ്പോൾ ഈ ഭാര്യയുടെ ആങ്ങളെ കഴുത്തിന് കുത്തിയും പിടിച്ചപ്പോൾ ഞാൻ കൈ തട്ടി മാറ്റിയിട്ട് താനെന്താ തെമ്മടുത്തിട്ട് മാറിയിരുന്നു എന്ന് പറഞ്ഞു. അവസാനം സാറിന് അറിയാവോ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അത് എനിക്കൊന്നും മനസ്സിലായില്ല. കണ്ണീരാറ്റിൽ തോണി ജോയ്സിയുടെ ഒരു നോവലാണ്. ആ നോവലിൽ ഉണ്ടായ സംഭവങ്ങളാണ് ഈ പറയണത്. അപ്പോൾ അവൻ്റെ പെങ്ങള് ഈ കണ്ണീരാറ്റിൽ തോണിയിൽ പറഞ്ഞതനുസരിച്ച് അവൻ്റെ പെങ്ങള് വേശ്യയാണെന്നാണ് പറഞ്ഞതെന്നാണ്. അവസാനം ഞാൻ ഈ കണ്ണീരാറ്റിൽ തോണിയുടെ എല്ലാ ആഴ്ചയിലും സാധനം വാങ്ങിച്ച് വായിച്ചിട്ട് പിന്നീടാണ് ചികിത്സ ഉണ്ടായത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിള്ളേരൊക്കെ നല്ല മിടുക്കികളായിരിക്കുന്നു. അവിടെ വിളിക്കുന്നത് IPS, ശ്രേയ IPS, IAS. അവരൊക്കെ നാളെ അവർക്ക് വേണ്ടത്ര വെള്ളവും വളമൊക്കെ കൊടുത്താൽ നമ്മൾ പരിതപിച്ചിട്ടോ സഹതപിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ പഴിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അവരെ മനസ്സിലാക്കി അവരെ യഥാർത്ഥ പാതയിലൂടെ, ഗുരുവിൻ്റെ പാതയിലൂടെ ഗമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ 100ക്ക് 100 മേനിയും വിളയുന്ന സമുദായമാണ് ഈഴവ സമുദായം. ഇങ്ങനൊരു സമുദായം ഉണ്ടോ? ഇപ്പോൾ വലിയ വിപ്ലവകാരിയായ ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതിയപ്പോൾ പറഞ്ഞത്, ഞാൻ നമ്പൂതിരിയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നു എന്നാണ്. അന്നത്തെ വിപ്ലവകാരിയാണ്. അയാൾക്കും ഒടുക്കത്തെ കുശുമ്പായിരുന്നു, ജാതി കുശും. 35 ഹേമലത എന്ന് പറഞ്ഞൊരു നോവൽ എഴുതി വേലുക്കുട്ടി നായര എഴുതിയത്. അപ്പോൾ എഴുതിയപ്പോൾ അങ്ങേരെ ഒരു താലൂക്ക് ഓഫീസിൻ്റെ തഹസിൽദാർ ഓഫീസിൻ്റെ പശ്ചാത്തലമാണ് അതിൽ വിവരിക്കുന്നത്. ഒരുത്തൻ കാലത്ത് ഓഫീസ് തുറക്കുമ്പോൾ അന്ന് കസേരയിലിരിക്കും, പണി അങ്ങ് തുടങ്ങും, എല്ലാവരോടും മാന്യമായി പെരുമാറും, എല്ലാവരും ഊണ് കഴിക്കാൻ പോകുമ്പോൾ എഴുന്നേറ്റ് പോകും, എല്ലാവരും വരുന്നതിന് മുമ്പ് വരും. അവസാനം വൈകുന്നേരം ആകുമ്പോൾ പ്യൂൺ ചെന്നിട്ട് ചോദിക്കും, സാറേ ഇതൊന്നും അടയ്ക്കണ്ടേ സാറൊന്ന് എഴുന്നേറ്റ് വന്നാലല്ലേ അടയ്ക്കാൻ പറ്റും. ഓ അടയ്ക്കണമല്ലേ എന്ന് പറയും. അപ്പോൾ എല്ലാവരും കൂടെ അവനെ കളിയാക്കി പറയാം, അവൻ SNDP-കാരനാണ്, അവൻ SNDP. നിങ്ങളൊന്ന് മനസ്സിലാക്ക്, 1935 വേലുക്കുട്ടിയുടെ ഹേമലത എന്ന നോവലിൽ പറയുകയാണ്, സത്യസന്ധമായി കൃത്യതയോടെ ചുമതലാബോധത്തോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ നോക്കി, നിഷ്കാമ സേവനം അനുഷ്ഠിക്കുന്നവനെ നോക്കിയിട്ട് ആക്ഷേപിച്ച് പറയുകയാണ് അവൻ SNDP-കാരനാണ്. അതാണ് SNDP യോഗം. അതാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ മഹിതമായ പാരമ്പര്യം എന്ന് നമ്മൾ അറിഞ്ഞ് അതിനെക്കുറിച്ച് നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിച്ച് ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവിനെ മുൻനിർത്തി. ഇത്തരം സന്ദർഭങ്ങൾ അതിനാണ്. നമ്മുടെ ജീവിതത്തിൽ പിഴവുകൾ ഉണ്ടായോ, അവിടെ നിന്ന് പറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുന്നതിൽ വ്യതിചലനം വന്നു പോയോ എങ്കിൽ ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അവിടെ നിന്ന് ചൂണ്ടിയ പാതയിലൂടെ ഗമിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവിടുത്തെ തിരുനാമത്തിൽ ഞങ്ങൾ സത്യം ചെയ്യുന്നു എന്ന് മനസ്സുകൊണ്ട് പ്രതിജ്ഞ പുതുക്കലിൻ്റെ സന്ദർഭമായി ഈ സന്ദർഭത്തെ വിനിയോഗിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ 2 പേരാണ് പ്രമുഖരായ സന്ദർശകന്മാർ. ഒന്ന് ടാഗോറും മഹാത്മാ. ബാക്കി നമുക്ക് ഇഷ്ടം പോലെ പറയാനുണ്ട്, ഇഷ്ടം പോലെ രാജാവുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ആ 2 പേരുടെ സന്ദർശനം ഇന്ത്യാ ചരിത്രത്തിൽ മഹത്തായ പരിവർത്തനങ്ങൾക്ക് ഹേതുവായി എന്നുള്ളത് വളരെ വലിയ വസ്തുതയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എന്നും എന്നോട് കാണിച്ചു പോകുന്ന സ്നേഹത്തിനും ദയാവായ്പിനും, ഞാൻ എന്നെ
കണയന്നൂർ എസ് ഒരു പാപവും ചെയ്യാതെ ഞാൻ എൻ്റെ കാശ് കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഇപ്പോഴും അറിയാം, എന്നെ അടുത്ത ക്ലാർക്കാണ്, അവിടുത്തെ അക്കൗണ്ടൻ്റാണ് കാശ് മേടിക്കണേ. ഞാൻ കൊണ്ട് വണ്ടിക്ക് ഡീസൽ അടിച്ചാൽ ഇങ്ങനെ കാശ് കൊടുത്തിട്ട് ഇങ്ങനെ കൈ നീട്ടി നിൽക്കും. ഒരു പൈസ തൊട്ടിട്ടില്ല. എന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അന്ന് ചെയ്തത് 30 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നാണ്. എനിക്ക് ഇവിടെ വല്ലയിടത്തും പറയാനുണ്ടോ? പക്ഷെ ഒരു വലിയ മനുഷ്യന് മനസ്സിലായത് വലിയ നുണയാണ്. അത് വലിയ നുണ. ആ മനുഷ്യനാണ് എൻ സുഗതൻ. അവസാന ശ്വാസം വരെ മരിക്കുമ്പോഴും മറക്കാത്ത. കാരണം ഞാൻ എൻ്റെ മോനോട് മഹാരാജാസിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി വന്ന് ചോദിക്കുക, അച്ഛൻ 30 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് ശരിയാണ്? അപ്പോൾ പറഞ്ഞു 30 ലക്ഷം രൂപ മോഷ്ടിക്കുന്ന ഒരുത്തൻ്റെ മോനായിട്ട് തോന്നുന്നുണ്ട്. ഇല്ല, മോഷ്ടിക്കില്ല എന്നാണ്. പക്ഷേ ചരിത്രം എൻ്റെ ഒരു രോമത്തെ തൊടാൻ പറ്റിയില്ല. കാരണം ഞാൻ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് കൊണ്ടു നടന്നത് ഗുരുവിനെയാണ്. ഒരു ചുക്കും എന്നെ ചെയ്യാൻ പറ്റിയില്ല. ഞാനിരുന്ന കസേരയിൽ പോലും ഇരിക്കില്ല. ഇപ്പോൾ വേറെ കസേരയിലിരിക്കാം പേടിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ കാണിച്ച എല്ലാ കൊല്ലം ഞാൻ വരിക. ഞാൻ വലിയ പ്രാസംഗികനൊന്നും ആയിട്ടല്ലോ. വിളിക്കുന്ന ഒരു വലിയ കാര്യമാണ്, വലിയ പ്രാസംഗികനായിട്ടല്ല, അങ്ങനെ അല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അന്ന് ഞാൻ അവിടുന്ന് വളരെ ഉന്നത ഹൃദയനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ചതയം ഘോഷയാത്ര നടക്കുക. ആ ചതയം ഘോഷയാത്രയുടെ മുമ്പിൽ പിടിച്ചു നിർത്തിയത്, ഇവിടെ നിൽക്കുന്നു പറഞ്ഞ് ഇടിച്ചു നിർത്തിയത് സുഗതൻ ചേട്ടൻ നിർബന്ധിച്ച് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്. നിങ്ങൾ പറയാണ് താൻ ഇവിടെ നിൽക്കേണ്ട ഇറങ്ങിപ്പോടുമെന്ന് പറഞ്ഞാൽ പോകും. പക്ഷേ നിങ്ങളാണ് അന്ന് എൻ്റെ മാനം രക്ഷിച്ചത്, അഭിമാനം രക്ഷിച്ചത്. എൻ്റെ സങ്കടത്തിൽ വലിയ സങ്കടം എനിക്കുണ്ട്, വലിയ സങ്കടം. ആരാണേലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വലിയ സങ്കടം. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ആചരിക്കൽ ചടങ്ങ് ഞാൻ വേണ്ടാന്ന് പലരും പറഞ്ഞതാണ്. അതിൽ ഞാൻ വിചാരിക്കുന്നതിൽ കൂടുതലാണ്. ഭയങ്കരമായിട്ടാണ്. അപ്പോൾ കണ്ടത് ഈ കെട്ടിപ്പിടിക്കലും ഉമ്മ വെപ്പിക്കലും. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഈ പാവങ്ങളോട് ഞാൻ ഇത്രയും സ്നേഹം കാണിച്ചോ എന്ന്. അത് ശരിയാണ്. രാത്രി 2 മണിക്ക് വിളിച്ചാലും ഞാൻ അവിടെ എത്തും. 2 മണിക്ക് വിളിച്ചിട്ട് പറയും, ഇന്ന പോലെ ഫെബ്രുവരി മാസത്തിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. ഫെബ്രുവരി മാസം എനിക്ക് പേടിയാണ്. നമ്മുടെ അമ്പലങ്ങളിലെല്ലാം ഉത്സവം നടക്കുക, അവിടെ അത് ഇത് അടിപിടി. ഞാൻ അമ്പലപ്പറമ്പിലായിരുന്നു. അപ്പോൾ എന്നും അവരുടെ കൂടെ ഈ ശ്രീനാരായണീയരുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ അന്ന് ധാരാളം ആളുകൾ വന്നു എന്നൊക്കെ പറഞ്ഞാൽ വന്ന് ആ ചടങ്ങ് നിറപ്പകട്ടാർന്നതാക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധത്തിൽ ആ ചടങ്ങ് ധന്യമാക്കി തീർക്കാൻ പൂണേക്കര ശാഖയിൽ നിന്ന്, പ്രബോധചന്ദ്രോദയം സഭയിൽ നിന്ന് ധാരാളം ആളുകൾ വന്നു എന്നുള്ളത് ഞാൻ അങ്ങേയറ്റം നന്ദിയോടെ സ്മരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും ദയാവായ്പിനും മുമ്പിൽ നമ്രശിരസ്കനായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. രാജേട്ടന് കൊടുത്ത വിഷയത്തിലൂടെ മാറി സംസാരിച്ചെങ്കിലും കേട്ടിരിക്കാൻ വളരെ ഇഷ്ടമാണ്. കാരണം കേരള കാര്യം മാത്രമാണ് അദ്ദേഹയുടെ പ്രവർത്തി. അദ്ദേഹം ഈ നല്ല പ്രഭാഷണം നടത്തിയത് അദ്ദേഹത്തിന് SNBC യോഗത്തിനും SNDP യോഗത്തിനും നന്ദി അറിയിച്ചു തോന്നുന്നു. നമസ്കാരം. 2 മണിക്ക് നമ്മുടെ സ്വാമിനി എത്തും. അതിൽ ഒരാൾ പോരുത്, ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വാമിയുടെ പ്രഭാഷണം നിങ്ങൾക്കറിയാം, യൂട്യൂബിലൊക്കെ കാണാവുന്നതാണ്. അത്ര നല്ലൊരു പ്രഭാഷണമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം അപ്പോൾ കുളിക്കാൻ 2:30 മണിക്കാൻ എത്തും. അവിടെ കാലത്തെ പരിപാടിയുണ്ട്. ഇവിടെ എങ്ങനെ വന്നാലും എത്തിക്കോളാം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ വന്ന് നിങ്ങളെല്ലാവരും ഈ